ഒരു ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട, ഭാര്യയ്ക്ക് നമ്മളൊക്കെ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ നന്നായിട്ട് സംയോഗം ചെയ്യാറുണ്ട്. എന്താണ് ചിരിക്കാത്ത? ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന കടമകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സംയോഗം ചെയ്യാറുണ്ട്. 2, ഭാര്യയ്ക്ക് 3 നേരത്തെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അത് വാങ്ങിക്കൊടുക്കാത്ത ആൾക്കാർ ദുനിയാവിലുണ്ട്, ആദ്യ ഉണ്ടാവില്ല. ഇവിടുന്ന് പോകുന്നവരെ കുറിച്ച് ഞാൻ പറയില്ല. ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും 3 നേരം തിന്നാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. താമസിക്കാനുള്ള വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് മതിയായ ഇസ്ലാമിക വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം നൽകാറുണ്ട്. അതൊക്കെ ഉണ്ട്. ഇത് മാത്രം മതിയോ? ഇതൊരു നിരീശ്വരവാദിയും ചെയ്യാറുണ്ട് അല്ലേ? 3 നേരത്തെ ഭക്ഷണം. പരിസരത്തൊക്കെ എത്രയോ ഹിന്ദുക്കളല്ലേ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളോ താമസിക്കുന്നേ. നമ്മളെക്കോളം ഭാര്യമാരോട് സ്നേഹത്തില് ഭാര്യയുടെ കയ്യും പിടിച്ചിട്ട് ഒസങ്കടി അങ്ങാടിയില് മഞ്ചേശ്വരത്ത് ഉപ്പളയിലൊക്കെ രാത്രിയാകുമ്പോ മകരമാകുമ്പോ ചന്ദനക്കുറി തേച്ച ഭാര്യയും ചന്ദനക്കുറി തേച്ച് രുദ്രാക്ഷമാല അണിഞ്ഞ ഭർത്താവും 60, 70, 80 വയസ്സുള്ള ഭാര്യയും ഭർത്താവും കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ പച്ചക്കറി മാർക്കറ്റില്, അതുപോലെ തന്നെ തുണിഷാപ്പില്, സ്റ്റേഷനറിയില്, ഗ്രോസറിയില്, ഫാൻസി കടയിലൊക്കെ ഒന്നിച്ച് കയറി പോകുന്നത് കാണാറുണ്ട്. സ്നേഹത്തോടെ. അത് അല്ലാഹു തആല ഇട്ടുകൊടുത്തൊരു വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു ഉണ്ട് എന്നതിന്റെ ആയാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവിൽപ്പെട്ടതാണ്. അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇണകളെ പടച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ വളഞ്ഞ വാരിയിൽ നിന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ പടച്ചുകൊണ്ട് തുടങ്ങിയ ഈ ഇണയെ സൃഷ്ടിക്കുക എന്ന ഏർപ്പാട് ഇൻഷാ അല്ലാഹ് ഇപ്പോഴും അപങ്കുരം അവിരാമം ഇങ്ങനെ തുടരുകയല്ലേ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. തീർന്നില്ല. വജഅല ലക്കും ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. നിങ്ങളുടെ ഇടയിൽ കാരുണ്യത്തെ പടച്ചത്, സ്നേഹത്തെ പടച്ചത് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ മരണനേരം വരെ ഒരു സ്നേഹം നിലനിൽക്കുന്നില്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ അത് ലൈംഗികമായ ദാഹം കൊണ്ടാണെന്ന് പറയാം. കിട്ടിയ ഉടനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അത് ഹിന്ദുവിൽ കാണാം, ക്രിസ്ത്യാനിയിൽ കാണാം, മതമില്ലാത്തവരിൽ കാണാം, നിരീശ്വരവാദികളിൽ കാണാം. മരണനേരം വരെ കാണുന്ന കാരുണ്യമില്ലേ, സ്നേഹമില്ലേ, അടുപ്പമില്ലേ, ബന്ധമില്ലേ? പ്രേമിച്ചാണ്ടാവൂല. ചില പ്രേമ ഇടയിൽ വെച്ച് പൊട്ടിപ്പോകല്ലേ. തെറ്റിയാലാണെങ്കിൽ ആ പ്രേമിച്ച കാമുകനും തമ്മിൽ ഭയങ്കര വെറുപ്പൊഴിക്കും. ഓനെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും, ഓനെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. തെറ്റിയാല് കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോഴും കല്യാണം കഴിഞ്ഞാൽ തൊലാക്ക് സംഭവിക്കാറുണ്ട്. ഇല്ല എന്നല്ല, പക്ഷേ എത്ര കാണാൻ വിരൂപിയായ പെണ്ണിനെ സൗന്ദര്യമുള്ള പുരുഷന് കിട്ടിയാലും അതൊന്നും അറിയില്ല, ഒരു അലിഖിത നിയമമാണ്. അത് കിതാബിലും സുന്നത്തിലൊന്നും കാണാൻ കഴിയില്ല. സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് അധികം കിട്ടല് തീരെ സൗന്ദര്യമില്ലാത്ത പെണ്ണിനെയാണ്. ഭയങ്കര സൗന്ദര്യമുള്ള പെണ്ണിന് അധികവും കിട്ടാറ് അല്ലെ സൗന്ദര്യം തീരില്ലാത്ത ആണിനെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇവന് കിട്ടിയ ഓട് നോക്കിയാട്ട എന്തൊരു ഭംഗിയാ, ഇവന്റെ മുഖത്ത് സൂര്യൻ ഉദിക്കോ? നമ്മൾ പറയലില്ലേ ഇവന്റെ മുഖത്തേക്ക് സൂര്യൻ ഉദിക്കോ? അങ്ങനെ ദുനിയാവിൽ അങ്ങനെ ഉണ്ടാകില്ല. അതിന് ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയില്ല. നിങ്ങളെ വിരൂപിയായ പെണ്ണായാലും ആളുകളെല്ലാം നീ എന്തിനാണ് ഈ പെണ്ണിനെ കിട്ടിയത്, വിരൂപിയില്ലേ എന്ന് പറഞ്ഞാലും മരണനേരം വരെ ഭാര്യയെ സ്നേഹിച്ച് മോഹിച്ചു അല്ലേ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഭർത്താക്കളില്ലേ? അത് ഹിന്ദുവിൽ കാണാം, ക്രിസ്ത്യാനിയിൽ കാണാം. എന്താ കാരണം? നിങ്ങളുടെ ഇടയിലേക്ക് പരസ്പരം കാരുണ്യവും സ്നേഹവും പടച്ചറപ്പ് ചുരിഞ്ഞു തന്നു എന്നത് അത് അല്ലാഹു ഉണ്ട് എന്നതിന്റെ ദൃഷ്ടാന്തമാണ്. ജീവിതത്തിന്റെ ആദ്യഘട്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക ദാഹമാണെന്ന് പറയാം. അതേ സമയത്ത് ഒരു 45-50 വയസ്സ് കഴിഞ്ഞാലും ഭാര്യയെ വല്ലാതെ സ്നേഹിക്കുന്നില്ലേ ഭർത്താവ്? ഇല്ലേ, ലൈംഗിക കാലം കഴിഞ്ഞു. ആണുങ്ങൾക്ക് ചിലപ്പോൾ മരിക്കോളം ദാഹമുണ്ടാവും, പക്ഷേ പെണ്ണെല്ലാ കാലവും ഒരുപോലെയാകാറില്ല. ആണിനും ഉണ്ടാകാറുണ്ട് ആ സ്വഭാവം. ലൈംഗിക ആർത്തവ വിരാമം എന്നാണ് മലയാളത്തിൽ പറയുക. ലൈംഗികമായ ആഗ്രഹമില്ലാതാകുന്ന പെണ്ണ് അതേപോലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. ലൈംഗികാഗ്രഹം ഇല്ലാതാകുന്നതാണ്. പരസ്പരം പിന്നെ ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യമില്ല. എന്നാലും എന്തൊരു സ്നേഹമാ! ദിവസങ്ങൾ മാസങ്ങൾ ഭാര്യയെ ഓർമ്മിച്ച് കരയുന്ന ഭർത്താക്കളില്ലേ?
ഭാര്യ മരിച്ചാൽ ആ ഭാര്യയെ കുറിച്ചുള്ള ചൂടുള്ള ഓർമ്മകളാൽ ശ്വാസം മുട്ടുന്ന ഭർത്താക്കളില്ലേ, ഭർത്താവ് മരിച്ചാൽ കാലങ്ങളോളം സങ്കടം ഒതുക്കി കഴിയുന്ന ഭാര്യമാരില്ലേ, മുഅ്മിനീങ്ങളെ, ഈ ബന്ധം എന്നത് അർഹമുർ റഹീമീനായ അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ നിക്ഷേപിച്ച ബന്ധമാ. അതുകൊണ്ട് തന്നെയല്ലേ ഫാത്തിമ ബീവി ഓരോ യുദ്ധക്കളത്തിലും പ്രിയപ്പെട്ട ഒട്ടേറെ പേരുടെ മരണം കണ്ടപ്പോഴും പതറാതിരുന്ന, പ്രിയപ്പെട്ട ഒട്ടേറെ പേരുടെ വേർപാടുകളുടെ മുമ്പിൽ ഒരിക്കലും പതറിപ്പോകാത്ത നെഞ്ചുറപ്പിനുടമ അലി ഇബ്നു അബീ ത്വാലിബ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അല്ലാഹു മഹാന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും അമലിലും ആഫിയത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ഖൽബിൽ അല്ലാഹു തആല ഈമാന്റെ വെളിച്ചം തരട്ടെ. ആ ഈമാനിനെ അല്ലാഹു മരണനേരം വരെ ദായിമാക്കി തരട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പതറിയപ്പോഴാണ് അത് ഒരേ ഒരു സന്ദർഭത്തിലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് ക്ഷീണമാണ്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്ന അടിമ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അതേ ഉമ്മു ഐമൻ തന്നെയാണ് ഫാത്തിമ ബീവി വഫാത്താകുമ്പോഴും അവിടെയുള്ളത്. ഫാത്തിമ ബീവിക്ക് ക്ഷീണമാണ്. അലിയെ, ഒന്ന് വേഗം വരണം അലിയെ. അലി റളിയല്ലാഹു അൻഹു ജോലി ചെയ്യുന്നയിടത്തേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ലോകത്തിന്റെ വർത്തമാനവുമായിട്ട് ഉമ്മു ഐമൻ കയറി ചെല്ലുകയാണ്. അലിയെ, ഒന്ന് വേഗം വരണം അലിയെ, ഫാത്തിമാക്ക് സുഖമില്ല അലിയെ. രാവിലെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് പോകുമ്പോ ഫാത്തിമ ബീവി കുളിക്കുകയാണ്. ഹസൻ ഹുസൈനിനെ കുളിപ്പിക്കുകയാണ്. ചോദിച്ചു, അല്ല ഫാത്തിമ, പതിവിൽ വിപരീതമായിട്ട് എന്താണ് ഹസനിനെയും ഹുസൈനിനെയും കുളിപ്പിക്കുന്നത്? നിന്റെ കുളിസാരമില്ലാതെ സമയം മക്കളെ എന്തിന് കുളിപ്പിക്കുന്നു? എനിക്കൊരു വിരുന്നിന് പോകാനുണ്ട് ഭർത്താവേ, ഒരു ദിയാഫത്തിന് പോകാനുണ്ട്, ഒരു അതിഥി സൽക്കാരമുണ്ട്. അതിൽ പോകാൻ വേണ്ടിയിട്ടാണ്. സാധാരണയായിട്ട് എന്ത് ഇവിടെ പോകുമ്പോഴും സമ്മതം ചോദിക്കാറുള്ള ഫാത്തിമ എന്താണ് ഇങ്ങനെയൊരു കുളി കുളിക്കുന്നത്? വിരുന്നിന് പോകണമെന്ന് സമ്മതം ചോദിച്ചിട്ടില്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ട്, പക്ഷേ സംശയം ചോദിച്ചില്ല. അല്ലാഹു തആല പൊരുത്തപ്പെടാത്തൊരു പണിയും ഫാത്തിമയിൽ നിന്നുണ്ടാകില്ല. അതുകൊണ്ട് ഫാത്തിമയിൽ സംശയമില്ല. കാരണം ഇവിടെയാണ് അല്ലാഹുവിന്റെ പൊരുത്തക്കേട് ഫാത്തിമയിൽ ഉണ്ടാവുക. ഫാത്തിമ ഫാത്തിമയുടെ കരളിന്റെ കഷ്ണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എവിടെയാ പിന്നെ അള്ളാന്റെ പൊരുത്തക്കേട്? ഭർത്താവോട് സമ്മതം ചോദിക്കാതെ ഈ പെണ്ണിവിടെയും പോകില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അത് ശരാശരി ചോദിച്ചു മനസ്സിലാക്കിയില്ല, വിസ്തരിച്ചില്ല, വിശദീകരിച്ച് ചോദിച്ചില്ല. അലി ജോലിക്ക് പോയതാണ്. അവിടെയാണ് ഉമ്മു ഐമൻ പോയിട്ട് പറയുന്നത്, അലിയെ, ഫാത്തിമാക്ക് ക്ഷീണമാണ് അലിയെ, ഒന്ന് വേഗം വരണം അലിയെ. അപ്പോഴത്തേക്ക് മണ്ണ് വാരാൻ തുടങ്ങി. എന്തൊരു സങ്കടാണ്! ബദറിന്റെ, ഉഹുദിന്റെ, ഖന്തഖിന്റെ, ഖൈബറിന്റെ, ഹുനൈനിന്റെ, മുത്തത്തിന്റെ പൊള്ളുന്ന പോർക്കളങ്ങളുടെ മുമ്പിൽ നിന്ന് വാള് പിടിച്ച് യുദ്ധത്തിന്റെ നേതൃത്വം കൊടുത്ത വില്ലാളി വീരരെ, വിജുഗീഷുവേ, അലി ഇബ്നു അബീ ത്വാലിബേ, ഫാത്തിമാക്ക് രോഗമാണെന്നറിയുമ്പോഴത്തേക്ക് ക്ഷീണമായില്ലേ, സങ്കടമായില്ലേ, മണ്ണുവാരി തലയിലെറിഞ്ഞില്ലേ? ചരിത്രം വ്യക്തമായിട്ട് ആ സംഭവം രേഖപ്പെടുത്തിയില്ലേ? ഓടിച്ചെല്ലുകയാണ്. എന്റെ ഫാത്തിമാക്ക് എന്തു പറ്റി, എന്റെ ഫാത്തിമാക്ക് എന്തു പറ്റി? ചെന്ന് നോക്കുമ്പോൾ ഫാത്തിമ ബീവി കിടപ്പിലാണ്, ക്ഷീണത്തിലാണ്. അല്ല ഫാത്തിമ, അല്ല ഫാത്തിമ, എന്തു പറ്റി ഫാത്തിമ? പറയുകയാണ് ആ പൊന്നുമോൾ ഫാത്തിമ ബീവി എന്ന പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോട് പറയുകയാണ്, അർബഉ നിസാഇൻ മിൻ അഹ്ലിൽ ജന്ന, 4 പെണ്ണുങ്ങൾ സ്വർഗ്ഗത്തിലാണ്. ഒന്ന് ആസിയ ബീവിയാണ്, 2 മറിയം ബീവിയാണ്, 3 ഖദീജ ബീവിയാണ്, 4 ഖദീജയുടെ പൊന്നുമോൾ ഫാത്തിമത്തുൽ ബതൂല. അലി ഇബ്നു അബീ ത്വാലിബ് എത്ര വലിയ ഭാഗ്യവാനാണ്! അല്ലാഹുവേ, 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 ആ ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാനിനെ ഒന്ന് മനസ്സിലാക്കാൻ അങ്ങനെ അമ്മ പറയല്ലേ, ഞങ്ങളെ ഈമാനിനെ പൂർണ്ണമാക്കണേ അല്ലാ, ദായിമാക്കണേ അല്ലാ. ആ നിറഞ്ഞ ഈമാനിന്റെ നിർവൃതിയിൽ ഞങ്ങളെ നീ കൊണ്ടുപോകണേ അല്ലാ.
ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. മനസ്സറിഞ്ഞ ആമീൻ പറ. ശിഫയാക്കണേ അല്ലാ, സുഖമാക്കണേ അല്ലാ. ദിനം ദിനേന നിത്യവും ഗുളികകൾ ഒഴിക്കുന്ന രോഗം ഇതോടെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ കൽബിന്റെ ഒരു ഇൻഷിറാഹ് തരണേ അല്ലാ. ഫാത്തിമ ബീവി പറയാണ്, ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ വഫാത്തായിട്ട് ഇത്ര സമയമായി, അത് 3 മാസമാണ് 6 മാസമാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഇത്ര സമയമായി വാപ്പ പറഞ്ഞിട്ടുണ്ട്, ഈ സമയമായാൽ നീ എന്നിലേക്ക് വരുമെന്ന്. അതുകൊണ്ട് എന്റെ ഭർത്താവേ, എന്റെ ഉപ്പയിലേക്ക്, എന്റെ പ്രിയപ്പെട്ട ബാപ്പയിലേക്ക്, പിതാവിലേക്ക് ഞാൻ മടങ്ങുകയാണ് ഭർത്താവേ. ഓർമ്മയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന വേള, സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന വേള, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ വേണ്ടിയിട്ട് അടുത്തുപോയി നിന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് സങ്കടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസം കണ്ടിട്ട്, ക്ഷീണം കണ്ടിട്ട്, ആ വല്ലാത്ത പ്രയാസം കണ്ടിട്ട് കരയാൻ തുടങ്ങിയപ്പോ ഫാത്തിമ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, നിശ്ചിത സമയമായാൽ നീ എന്നിലേക്ക് മടങ്ങും ഫാത്തിമ. സ്വകാര്യമായി ആരും കേൾക്കാതെ എങ്ങനെ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ചിരിക്കാൻ തുടങ്ങി. അതുവരെ കരഞ്ഞ ഫാത്തിമ ബീവി ചിരിക്കാൻ തുടങ്ങി. മുഅ്മിനീങ്ങളെ, ആ നിശ്ചിത സമയമായിരിക്കുന്നു. ഞാനിതാ എന്റെ ഉപ്പയിലേക്ക് പിരിയാൻ പോവുകയാണ്. വീണ്ടും അലി ഇബ്നു അബീ ത്വാലിബ് മണ്ണുവാരി എറിയാൻ തുടങ്ങി. എന്റെ നാശമേ ഫാത്തിമ, നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇനി ജീവിക്കുക? ആലോചിച്ചു നോക്കുക. പോർക്കളങ്ങളിൽ നെഞ്ചുറപ്പോടെ യുദ്ധത്തിന്റെ നേതൃത്വം കൊടുത്ത എല്ലാ സേനാനായകരും തോറ്റോടിയാലും തോറ്റോടാതെ വാളെടുത്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത് എല്ലാ യുദ്ധങ്ങളെയും വിജയത്തിലേക്ക് എത്തിച്ച, നെഞ്ചുറപ്പ് കൊണ്ട്, അസാമാന്യമായ തന്റെ ഇടം കൊണ്ട് ലോകത്ത് തന്നെ ഒന്നാമനെന്ന് പറയാവുന്ന മഹാന്മാരിൽ 10 പേരെ എണ്ണിയാൽ അതിൽ ഒന്നാമനെന്ന് പറയാവുന്ന അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ 10 പേരെ എണ്ണിയാൽ അതിൽ നിന്ന് ഒന്നാമനെന്ന് പറയാവുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് പതറിപ്പോകുന്നത്. ഫാത്തിമ, ഇതുവരെയുള്ള ഞാനും നീയുമാകുന്ന ദാമ്പത്യത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നെങ്കിൽ പൊറുക്കണം ഫാത്തിമ. ഒന്നുമില്ലാത്തവന്റെ ഭാര്യയായി വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്ന് നീ എന്നിലേക്ക് കയറി വന്നില്ലേ? പണക്കാരിയായ ഖദീജയുടെ മകളായിരുന്നു. കഷ്ടപ്പാടില്ല, ബദ്ധപ്പാടില്ല, പ്രയാസങ്ങളില്ല, തിന്നാനും കുടിക്കാനും ഒരു കുറവില്ല, യഥേഷ്ടം ഭക്ഷണമുള്ള, രുചികരമായ ഭക്ഷണങ്ങളുള്ള വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ദരിദ്രരല്ലേ? പാളിച്ചകളോ പോരായ്മകളോ വന്നു പോയെങ്കിൽ എന്നോട് പൊറുക്കണേ ഫാത്തിമ, മാപ്പാക്ക് ഫാത്തിമ. നാളത്തേക്ക് ഒന്നും മാറ്റിവെക്കരുത് ഫാത്തിമ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം മാപ്പ് ചോദിച്ചില്ലേ? ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ട് കാണുന്നുണ്ട്. പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: വഫാത്തിന്റെ വേള വരെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് ഭർത്താവിനുണ്ടാകണം, ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് പെണ്ണിനുണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിലില്ല, അത് അള്ള തരണം. ഇല്ലാത്ത അള്ള ഇല്ലാതെ തരാത്തോണ്ട് നമുക്ക് നല്ലോണം ഭാര്യയെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാൻ നാണങ്ങൾ ചിന്തിക്കോ? ഭർത്താവിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തിൽ ഒരു പെണ്ണ് മരിച്ചു കിട്ടിയാലില്ലേ? സ്ത്രീകളെ, പുതിയ കാലത്ത് കാണുന്ന ഏറ്റവും വലിയ സങ്കടം, ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും വല്ലാത്ത തൃപ്തിയിലാണ്. കെട്ടിയ ഉടനെ ഇപ്പൊ ഭയങ്കര പഴയകാലം പോലല്ലേ ഇപ്പൊ സുബ്ഹാനല്ലാഹ്, കെട്ടിയിട്ട് ഒരാഴ്ച പിന്നെ കാണുന്നില്ല. എവിടെയാ ജാബറും ജാസ്മിനും പോയെ? അവര് ടൂർ പോയിട്ടുള്ളത്. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും വിളിച്ചു നോക്കുക, ഇവിടെ ജാബിലുള്ള ഇല്ല, വന്നിട്ടില്ല. ഒരു ടൂർ കഴിഞ്ഞ് വന്ന് രണ്ട് മൂന്ന് ദിവസം പിന്നെയും ടൂർ, രണ്ടാമത്തെ ടൂർ. അതും 3-4 ആൺകുട്ടികളും 3-4 പെൺകുട്ടികളും ഒന്നിച്ചാ പോകുന്നത്. എന്തൊരു കഷ്ടപ്പാടാത്! വെച്ചുമാറുമോ? അല്ലാഹു അഅലം. അങ്ങനെ സംഭവിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഷർട്ടും പാന്റും മാറുക എന്നല്ലാതെ പെണ്ണ് മാറ്റാൻ പറ്റുമോ? പിന്നാന്തളയിൽ ചില ആൾക്കാർ അങ്ങനെ മാറ്റുന്നുള്ളത് കേൾക്കുന്നുണ്ട്. അല്ലാഹു അഅലം, അല്ലേ?
ഒരേ ടൂറ് പോക്ക്, ബൈക്ക് കയറി ഇങ്ങനെ കറങ്ങല്. ഇപ്പൊ ഈ പഴയ കാലത്തൊക്കെ ഉള്ള ഉമ്മമാര് കുറച്ചൊക്കെ ബ്രേക്ക് വിടൂല, അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പിന്നെ മോനുണ്ടാവില്ല, മോന്റെ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് വിട്ടേക്കലാണ്. കറങ്ങാൻ പോവുക, മംഗലാപുരത്ത് പോവുക, അങ്ങ് പോവുക, ഇങ്ങ് പോവുക. സുബ്ഹാനല്ലാഹ്. ഓൻ ഗൾഫുകാരനാണെങ്കിൽ 2 മാസം പൊരയിലുണ്ടാവില്ല. ഒരു നേരം ഓള് പൊരയിൽ തിന്നൂല. ബർഗറും സാൻഡ്വിച്ചും റോസ്റ്റും മയൂനസും ബ്രെഡും. സുബ്ഹാനല്ലാഹ്. അത് തന്നെ തിന്ന് ഓളെ പൊള്ളയും പൊറുത്തു, ഓളെ ശരീരവും പൊറുത്തു, എല്ലാം കൂടി ഓളും കൂടി ചടിച്ചിട്ടിപ്പോ 1.5 കിൻഡല് 1.25 കിൻഡല് പൊരയും തിന്നൂല. ഈ പരിസരത്തിന് ചില സ്ഥലത്ത് വേദന നോക്കുമ്പോ പള്ളിയിലെ ഉസ്താദന്മാർക്ക് പൊരയുന്ന ഭക്ഷണമല്ല ഈ പരിസരത്ത്. ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ടെന്ന് പറയണ്ട, എനിക്കറിയാം. ഇത് ഗാന്ധിജാണല്ലേ, ഇവിടെ ഉണ്ടാവും. ആ റോഡ് സൈഡിൽ അങ്ങനെ നാട് പറയാൻ മോശം ആർന്നെങ്കിലും വേദനയോടെ ഉണ്ടാവും. മഞ്ചേശ്വരത്തിന്റെയും കുമ്പളയുടെ ഇടയിൽ ചില സ്ഥലത്ത് ഉസ്താദന്മാർക്ക് ഖത്തീബിനുമില്ല. ഖത്തീബ് രാത്രി വേദന കഴിഞ്ഞപാട് ബൈക്ക് കയറിയിട്ട് പോക്കാ പൊരലേക്ക്. എല്ലാവർക്കും അതറിയുന്നുണ്ട്, നല്ല സുഖമാണ്. നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? പെണ്ണുങ്ങൾ പൊരയുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ മതിനിക്കൊക്കെ അറിയാം. ഈ പൈസക്കാര് എന്നാലും പൊരയുന്നുണ്ട്. അതിനൊക്കെ കുറെ കാലം ചിത്താരിൽ ഉണ്ടായതാണ് പൊരയുന്ന ഭക്ഷണം ഉണ്ടാകുക. ഇപ്പൊ ഈ സാമ്പത്തിക ശേഷി കൂടിയിട്ട് കുറച്ചൊക്കെ ഈ ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് രാത്രി ചില്ലി ചിക്കനും മറ്റൊക്കെ വാങ്ങി വരുന്ന സ്വഭാവമുണ്ട്. ഈ ഭാഗത്തൊക്കെ പഴയ കാലത്ത് ഉസ്താദുമാർക്ക് 3 നേരം 6 നേരം ഭക്ഷണം കൊടുത്തിരുന്ന നാടാണ്. ഇപ്പൊ മെല്ലെ ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് അനുസരിച്ചിട്ട് കൂസൻ ഭർത്താക്കന്മാര്, നീ ഉണ്ടാക്കണ്ട, നീ തടി അനങ്ങിയിട്ട് ബേജാറാകണ്ട. ഓനിങ്ങനെ ഡ്രൈവറും ഓള് കണ്ടക്ടറിന്റെ ആയ സാറില്ലായിരുന്നു. ലോഡ് ഗുഡ്സ് ഓള്, സാധനങ്ങൾ ഓള്, പിന്നെ ഇവൻ ഡ്രൈവറും. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ആകരുത് നിങ്ങള്. ഭാര്യ വെറും എൻജോയ്മെന്റ് ലൈഫ്, വെറും ആസ്വദിച്ച് തീർക്കുക. ജീവിതത്തിന്റെ ഒന്നാം ഘട്ടം ഭാര്യയല്ലാതെ സ്നേഹിച്ച ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യ. 2ാം ഘട്ടമാകുമ്പോഴത്തേക്ക് ഭർത്താവിന്റെ ഭാര്യയും വേണ്ട. അങ്ങനെയുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും വേണ്ട. അങ്ങനെയുണ്ട്. 2ആൾക്ക് ഒരേ സമയത്ത് വേണ്ടാതായ സുഖ, ടെൻഷൻ ഉണ്ടാവില്ല. ഒരാൾക്ക് ഓനെ വേണം, ഓക്ക് ഓനെ വേണ്ട, അത് ടെൻഷനാണ്. അല്ലേ നോക്കണം, ഓക്ക് ഓനെ വേണം, ഓക്ക് ഓനെ വേണ്ട, അത് ടെൻഷനാണ്. 2ആൾക്കും വേണ്ടാണ്ടാകാൻ 2ആൾക്ക് 2 ബൈക്കൊക്കെ പോവാം. വേറെ പോയിട്ട് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അജിങ്കറിന്റെ മുത്തപ്പേട്ടയിലോ പോയിട്ട് മസ്താനായിട്ട് കൂടുവോ എന്തെങ്കിലും ചെയ്യാം. ചില മനുഷ്യന്മാർ നന്നാകണമെങ്കിൽ ഓളെ ഒഴിവാക്കണം. തീരെ നിക്കരിക്കാത്ത ചില ചെറുത്തന്മാരുണ്ടല്ലോ, ഭയങ്കര നിക്കാരം. നോക്കുമ്പോ എന്താ, ഭാര്യ ഒഴിവാക്കി. പിന്നെ ഇവിടത്തേക്ക് പോവുക, നേരെ അള്ളാന്റെ മുമ്പിലേക്ക് വന്നു. പാത്തുമ്മ വരികയാണെങ്കിൽ നിക്കരിക്കേണ്ടി പഠിച്ചാൽ പാത്തുമ്മ പോയി കളഞ്ഞു, അവിടെ നിക്കരിക്കുക. പാത്തുമ്മ വരികയാണെങ്കിൽ ഇന്നും കണ്ടു ഞാൻ അങ്ങനെ ഒരാളെ ഭാര്യ പുറത്താക്കി. ഇപ്പൊ ഒരേ നിൽക്കാരാണ്. ഇന്ന് അസറിൽ ഞാൻ കണ്ടു. ഇടക്കിടക്ക് വന്നിട്ട് ഉസ്താദ് ഒന്ന് പറഞ്ഞിട്ട് ശരിയാക്കി തരുമെന്ന്. തമാശ പറയില്ല, നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയല്ല. ഞാൻ ശരിയാക്കി എന്താണ്ടാവുക, നിൽക്കാനുണ്ടാവില്ല. പൊരയിൽ ഭയങ്കര മജയായാൽ പിന്നെ അള്ള വണ്ടണ്ടായി പോവുക. അല്ലാതെ ഭാര്യയുടെ അടിമയായാൽ ആ ഭർത്താവ് നശിച്ചു. റസൂലുള്ളാഹ് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൂസം ഭർത്താവ് അങ്ങോട്ട് കൊണ്ടൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോന്ന് ഇങ്ങോട്ട് ആൾ കാണില്ല. സ്റ്റേജിൽ അങ്ങോട്ട് കൊണ്ടൊക്കെ നോക്ക്. ഭാര്യയുടെ അടിമ നശിച്ചു. റസൂലുള്ളാഹ് അതിനെ പ്രേമിച്ചിട്ട് ചില കുട്ടികളൊക്കെ നമ്മുടെ ഇടയിലില്ലേ, ഭാര്യയുടെ അടിമ നശിച്ചു എന്ന് റസൂലുള്ളാഹി. നമ്മൾ ഒന്നിന്റെ അടിമയായി. അടിമ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അബദ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അബദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത്. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഭാര്യയോടാകുക, അന്ധമായ അനുസരണം ഭാര്യയോടാകുക. അല്ലെ, ഉപ്പയെ മറന്നു പോവുക, ഉമ്മയെ മറന്നു പോവുക. ഉപ്പയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ അത് ഭാര്യ കൊടുക്കണമെങ്കിൽ, അല്ലെ, സുബ്ഹാനല്ലാഹ്, കൊടുക്കൂല. അവിടെ കൊടുത്തില്ലെങ്കിൽ അവനാണെങ്കിൽ ഒന്നും പറയൂല. ഉമ്മാക്ക് മരുന്ന് വേണം, അത് നോക്കണം. അത് ഭർത്താവിന് വാങ്ങാൻ പെടൂല, ഭാര്യ പെടൂല. റാണിയായിട്ട് അവൾ വീട് നിയന്ത്രിക്കുകയാണ്. ഭാര്യ സമ്മതിച്ചില്ലെങ്കിൽ ഈ ഭർത്താവ് മരുന്ന് വാങ്ങൂല. ആഹാരം കുളം തോണ്ടാനില്ലേ, ചില ഭാര്യ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില ഭാര്യ മതി. നേരെ തിരിച്ചുകൊണ്ട് ഈ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഇല്ല എന്നല്ല, പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. മരണനേരം വരെ സ്നേഹത്തിലും കാരുണ്യത്തിലും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ജീവിച്ച പോലെ ജീവിക്കണേ. കുളിപ്പിച്ചു കഫൻ ചെയ്ത് ഫാത്തിമയുടെ മയ്യത്തെടുത്തു, ജനാസയെടുത്തു, കൊണ്ടുപോയതും മലിയാ, കബറും പുറത്ത് വെച്ചതും മലിയാ, കബറിലേക്ക് ജനാസ താഴ്ത്തിയതും മലിയാ. കൽബിൽ നിന്ന് ഫാത്തിമയെ കുറിച്ചുള്ള എന്താ പറഞ്ഞറിയോ? ഫാത്തിമ വഫാത്താകാൻ പോകുമ്പോ എന്താ പറഞ്ഞറിയോ? മോളെ ഫാത്തിമ, ഇതുവരെ നിന്റെ ഹബീബിനെ കാണാനുള്ള ആഗ്രഹം തീർന്നിരുന്നത് നിന്റെ
മുഖം കണ്ടിട്ടാണ്. നിന്റെ ഉപ്പാനെ കാണാനുള്ള, എന്റെ പ്രിയപ്പെട്ടിന്റെ ഉപ്പയെ കാണാനുള്ള ആഗ്രഹം തീർന്നത് നിന്റെ മുഖം കണ്ടിട്ടാണ്. നിന്റെ മുഖവും എന്റെ ഹബീബിന്റെ മുഖവും ഒരേ മുഖമാ. നീ ഇങ്ങ് പോയാൽ പിന്നെ ആരെ മുഖം കണ്ടിട്ടാണ് ഞാൻ ആശ തീർക്കുക? ആ സ്നേഹം നോക്കിയട്ടെ, അത് വെറും അലി ടു ഫാത്തിമ സ്നേഹമല്ല. അത് ആർക്ക് വേണ്ടിയുള്ള സ്നേഹം അറിയോ? അതാ ഉപ്പയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അത് അല്ലാഹു മുഅ്മിനീങ്ങളുടെ ഒക്കെ സ്നേഹം എങ്ങനെയാണ്? അങ്ങനെ അറിയോ? അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ആണുങ്ങൾ പെണ്ണുങ്ങളെ സ്നേഹിച്ചത് അങ്ങനെയാണ്, ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചത് അങ്ങനെയാണ്, ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചത് അങ്ങനെയാണ്. എങ്ങനെ? അല്ലാഹുവിനായിട്ടായിരുന്നു ആ സ്നേഹം. എന്തിനാ ഓളെ സ്നേഹിക്കുന്നേ? പടച്ചോൻ പറഞ്ഞത് കൊണ്ട്. അല്ലാണ്ട് ഓളെ ഭയങ്കര ഓളെ ഭംഗിയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഓൾക്ക് ഓളെ നല്ലോണം സഹായിക്കുന്നുണ്ട്, അങ്ങനെയൊന്നല്ല. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് കെട്ടിയോളെ സ്നേഹിക്കണമെന്ന്. അക്മലുൽ മുഅ്മിനീന ഈമാനാ, ഈമാൻ പൂർണ്ണരായ മുഅ്മിനാരാ. തലയിൽ തൊപ്പി വെച്ചവനല്ല, അതൊക്കെ വേണം, അതൊക്കെ വേണം. താടിയല്ല. ഈമാൻ പൂർണ്ണമായതിന്റെ, പൂർണ്ണ ഈമാനിന്റെ പ്ലസ് പോയിന്റ്സ്, പൂർണ്ണ ഈമാനുള്ളതിന്റെ അടയാളം എന്താണ്? തൊപ്പിയല്ല, താടിയല്ല, ചുമലിലിട്ട പച്ചശാലല്ല, തേച്ച അത്തറിന്റെ മണമല്ല. ഇതിപ്പോ അങ്ങനല്ലേ? ഇതിപ്പോ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 അയല് പൊട്ടിച്ചിട്ട് ചുമലിട്ട് കുറെ അത്തർ പുരട്ടി കുറെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അടിച്ചുകൊണ്ടുന്ന അത് ഭയങ്കര ഈമാന്. ഓനെന്റെ ഉമ്മയെ തല്ലുന്നുണ്ടായിരിക്കും കള്ളൻ, അത് പ്രശ്നമല്ല. സ്വന്തം ഓളം ദിവസം അടിക്കുന്നവരില്ലേ നമ്മുടെ ഇടയിൽ? ഭയങ്കര നെറ്റിക്ക് തഴമ്പുണ്ട്. ഓ, അത്തറാണെങ്കിലുള്ള അത്ര മുഴുവനും ഓരോ കുപ്പി എടുത്തിട്ട് അങ്ങനെ തന്നെ കയ്യിലിട്ടിങ്ങനെ ഓഹോ പരട്ടുക ചെയ്യാ. സ്വന്തം ഭാര്യയെ തല്ലും. അക്മലുൽ മുഅ്മിനീന ഈമാനാ പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാ? നിങ്ങോട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അക്മലുൽ മുഅ്മിനീന ഈമാനാ, ഈമാൻ പൂർണ്ണരായ മുഅ്മിനാരാണ്. അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാര്. 2 വൽതഫുഹും ലിഅഹ്ലിഹി, ഭാര്യമാരോട് ഏറ്റവും മയം ചെയ്യുന്ന ഭർത്താക്കൾ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും പറയ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും പറയ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ പറയ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ, ഗൗസുൽ ആലമിന് 4 ഭാര്യ, റിഫായി ശൈഖിനും ഭാര്യ ഉണ്ടായിരുന്നു. എന്തൊരു അവരെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, ഭാര്യമാരോട് എന്തൊരു സ്നേഹ. ലോകത്തെ ഏറ്റവും വലിയ വലിയകളല്ലേ അവരൊക്കെ? അഖ്താബുൽ അർബഅത്തിൽപ്പെട്ട ആളാണ് 4. ഇബ്രാഹിം അദ്ദസൂഖി, അഹ്മദുൽ ബദവി, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അഹ്മദുൽ കബീർ റിഫായി. 4 പേരോടും 4 പേർക്കും സുബ്ഹാനല്ലാഹ് അവരെ കുടുംബ ജീവിതത്തിന് എന്തൊരു ആസ്വാദനമാണ്, എന്തൊരു ആസ്വാദ്യതയാ. മക്കൾക്ക് ആ ഉമ്മയോടും, ഇങ്ങോട്ടൊക്കെ ഇരിക്കേ, മക്കൾക്ക് ആ ഉമ്മയോടും ബാപ്പയോടും എന്തൊരു സ്നേഹാണ്. ഉള്ളില് അള്ളാന്റെ ഓർമ്മ നിറഞ്ഞു നിന്നാലില്ല. ഇങ്ങോട്ടൊക്കെ ഒരു പെണ്ണ് കയറി വന്ന ഓളെ വല്ലാതെ സ്നേഹിക്കും ഭർത്താവ്. ഈമാനുള്ള ആണുങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ താടി മീശൊക്കെ വടിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ചൈനീസ് താടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒപ്പിച്ചിട്ട് ഇങ്ങനെ എന്താ പറയണ്ട, ഒരുതരം പിന്നെ ഡിസ്പ്ലേ താടി, ഡിസൈൻ ആക്കിയ താടി. അതിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ആ ഷാമ്പൊക്കെ തേച്ചിട്ട്, പേസ്റ്റ് തേച്ചിട്ട് കറുപ്പിച്ച താടി, പിന്നെ നന്നായിട്ട് സ്റ്റഡ് ചെയ്ത പുരികം, പിന്നെ സുറുമ ഇട്ട കണ്ണ്. സുന്നത്തല്ലേ ഉസ്താദേ? ഈ സുന്നത്തായിട്ട് ഇടുന്നേ, സുന്നത്തായിട്ട് ഇടുന്നേ, അത് വലിയ കുഴപ്പമില്ല. സുന്നത്ത് എന്ന് പറഞ്ഞ സാധനം അല്ലടോ നിനക്ക്. നീ ഇതിനിടുന്നേ, നീ ഇടുന്ന ഈ കണ്ണ് കണ്ടിട്ട് പെൺകുട്ടികൾ വരണം. ഓ സുറുമ, അതും മത സുറുമ കണ്ണിലിടുക. ഇവനെവിടെ അറിയോ? പുരികത്തില് ശരിക്കും പറഞ്ഞാൽ കണ്മ ചെയ്തേക്കും പോലെ. ഏതെങ്കിലും പൊട്ടം പൊടി കൊണ്ടുപോയിട്ട് കണ്ണിലിട്ടിട്ട് കണ്ണ് പൊട്ടിപ്പോവോ? അല്ലാഹു അഅലം അല്ലെ? കണ്ണിന്റെ പുരികത്ത്, കൺപുരികങ്ങളിൽ സുറുമയിട്ട് എന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ഇപ്പോഴത്തെ ഈ പുതിയ കുട്ടികൾ. ഈ പിന്നെ രാത്രിയാകുമ്പോ ഈ 3/4 രാവിലെ ആകുമ്പോ പിന്നെ ഹാഫ് ട്രൗസറും, ഉച്ചയാകുമ്പോ പാന്റ് ഇടുന്നേ. രാവിലെ ട്രൗസർ ഇടുക, വൈകുന്നേരം ആകുമ്പോ 3/4, പുരക്കം ഇറങ്ങുമ്പോ ജോലിക്ക് പോകുമ്പോ സാധാരണ പാന്റും. ഇടുന്ന ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടിക്ക്. ഓന്റെ ദീനത്രാന്ന് ചോദിക്കൂല. കേൾക്കണേ, പോസ്റ്റ് മോഡേൺ അല്ലെ, ന്യൂജൻ ഫാഷനുകളില്ലേ, പുതിയ കാലത്തെ ഫാഷനുകളില്ലേ, ഇഷ്ടപ്പെടുന്ന പെണ്ണേ, മരിക്കുന്നത് വരെ നിന്നെ പോറ്റാനുള്ള സ്നേഹം ആ മനുഷ്യന്റെ കൽബിലുണ്ടാകൂല. ഏതെങ്കിലും മോഡലിംഗിന്റെ താടി പോലെയുള്ള താടിയുള്ള, ഏതെങ്കിലും മോഡലിംഗിന്റെ ഹെയർ സ്റ്റൈൽ പോലെയുള്ള ഹെയർ സ്റ്റൈലുള്ള, ഏതെങ്കിലും പരസ്യത്തിൽ കാണുന്നവന്റെ കുപ്പായം പോലുള്ള കുപ്പായമുള്ള ചെറുപ്പക്കാരനെ നീ ഭർത്താവാക്കിയാൽ, കല്യാണം കഴിയാത്ത ഗാന്ധി നഗറിൽ വേദ കേൾക്കാൻ വന്ന പെണ്ണേ, മരിക്കുവോളം ആണിൽ നിന്ന് സ്നേഹം കിട്ടൂല. പിന്നെ ആരെ എടുക്കണ്ടേ? എങ്ങനത്തെ ഭർത്താവാകണം? ഇതാ
ഫീനാകും മൻ തർളൗന ദീനഹു വഖുലുഖഹു. നിങ്ങളുടെ അടുക്കലേക്ക് ദീനും സ്വഭാവവും പൊരുത്തമായൊരു ചെറുപ്പക്കാരൻ വന്നാൽ രണ്ട് ഗുണമുണ്ടാകണം ഭർത്താവിന്. ഭർത്താവിന് രണ്ട് ഗുണമുണ്ടാകണം. ഒന്ന്, നല്ല സ്വലാഹിയത്ത് ദീനുണ്ടാകണം. രണ്ട്, സൽസ്വഭാവം ഉണ്ടാകണം. മരിക്കുവോളം ബലം കുറഞ്ഞ മനസ്സിന്റെ ഉടമയായ പെണ്ണിനെ ദ്രോഹിക്കാതെ, വേദനിപ്പിക്കാതെ, അവൾക്ക് സ്നേഹം കൊടുത്ത്, സാന്ത്വനം കൊടുത്ത്, പരിചരണം കൊടുത്ത്, രക്ഷ കൊടുത്ത് കൂടെ തന്നെ നിൽക്കാൻ കഴിയുന്ന ഭർത്താവാകണം. അല്പം സൗന്ദര്യം ഭർത്താവിന് കുറഞ്ഞു പോയാൽ പെണ്ണേ, അതിന്റെ പേരിൽ നീ ശണ്ട കൂടല്ലേ, നീ കുഴപ്പവും ബഹളവും സൃഷ്ടിക്കല്ലേ. സ്നേഹം നൽകാൻ കഴിയുന്ന കൽപ്പാണ് ഒരാണിന് വേണ്ടത്. അത് മരിക്കോൾ അങ്ങനത്തെ ഒരാളായാലില്ലേ ഇവൾക്ക് മഗ്‌രിബും ഇശാഉം സുബ്ഹിയും തഹജ്ജുദും ദുഹയും ഒക്കെ ഇരിക്കാൻ കഴിയും. ഇതിങ്ങനെ മീശയെ പിടിച്ചിട്ട് ഡൊണാൾഡ് ട്രംപ്, ബെന്യാമിൻ നെതന്യാഹു, നരേന്ദ്രമോദി, പിണറായി വിജയൻ, അല്ലെ, പിന്നെ ഉമ്മൻചാണ്ടി എന്നെല്ലാം പറഞ്ഞ പോലെ ഇങ്ങനെ മീശയെ പിടിച്ചിട്ട് ഇരിക്കുന്ന UDF-ലും LDF-ലും ഒക്കെ ഉള്ള അല്ലെ നേതാക്കന്മാരെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തല്ലേ കുറെ എണ്ണം അല്ലെ അങ്ങനത്തെ മീശയെ പിടിച്ചിട്ട് ഇരിക്കുന്ന ആളാണ് നമ്മുടെ ഭർത്താവെങ്കിലല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ തന്നെ കല്യാണം കഴിയാൻ വേണ്ടി എൻഗേജ് ചെയ്തു, പിന്നെ മൊബൈൽ കൊടുത്തിട്ട് പോകുന്ന പരിപാടി ഉണ്ട്. ഇപ്പോ ഇവിടെ ഉണ്ട് അങ്ങനെ. പിന്നെ ഇവനിങ്ങനെ ഈ മൊബൈലിലൂടെ സംസാരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് 3 മാസം ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു 30 തവണ ചീത്ത പറയും. പതിയാണ് പരാതി പറഞ്ഞു, ഉസ്താദേ ഓനെ വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓന്റെ ചീത്ത ഇങ്ങനെ. ചിലപ്പോ ചില പെൺകുട്ടികൾ അങ്ങോട്ട് ചീത്ത പറയണേ. പഴയ കാലത്തൊക്കെ സ്വന്തം കെട്ടാൻ പോകുന്ന ഭർത്താവിനെ പേര് വിളിക്കൂല, ഇന്ന് പേര് വിളിക്കുകയാണ്. ഇല്യാസെ, മുഹമ്മദ്, ജാസ്മിനെ, ജാബിറ എന്നൊക്കെ വിളിച്ച് പേര് വിളിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുകയാണ്. എന്നിട്ടോ ചീത്തയോട് ചീത്ത. കെട്ടി അങ്ങനെ ഉണ്ടാവും ഉസ്താദേ, കെട്ടുന്നതിന് മുമ്പിനെ ചീത്ത തുടങ്ങിയെന്ന്. അടപ്പൂരി കൊടുക്കല്ലേ ചില ചെറുപ്പക്കാർ റോഡ് സൈഡിൽ നിന്ന് രാത്രിയിൽ ഈ ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് തിന്ന് വന്നിട്ട് 3 കോഴിയും 4 കോഴിയും അടിച്ചിട്ട് അല്ലെ, പിന്നെ എന്താ പറയണ്ട, അവിടുന്ന് കെഫ്സിയും അതേപോലെ തന്നെ ചിക്കൻ ചില്ലിയും കെൻടക്കി ചിക്കൻ ഒക്കെ അടിച്ചിട്ട് അല്ലെ, കെൻടക്കി ചിക്കൻ ഒക്കെ അടിച്ച് വന്നിട്ട് ഇവളാണെങ്കിൽ ഇവിടുന്ന് ഉണക്ക തരണ്ടിയും കഞ്ഞിയും കുടിച്ചോളായിരിക്കും. പൊട്ടിക്കല്ലേ അടി. കേൾക്കണേ, മരണനേരം വരെ പെണ്ണിനെ തല്ലാതെ തല്ലേണ്ട ചില സമയങ്ങളുണ്ട്. അത് നിനക്ക് തല്ലാൻ പറ്റുമോ? നീ ദീനിയാകട്ടെ എന്നല്ല തല്ലാൻ പറ്റുക. ദീനിയായാൽ തന്നെ ആദ്യം തല്ലുണ്ടോ? ദീനിനെതിരാകുന്ന കാര്യം പെണ്ണിൽ കാണുമ്പോഴാണ് തല്ല്. അതെപ്പോഴാണ് തല്ല്? ഫഅദൂഹുന്ന വഹ്ജുറൂഹുന്ന വദ്രിബൂഹുന്ന. ദീനിനെതിരാകുന്ന കാര്യം പെണ്ണിൽ കണ്ടാൽ ആദ്യം ഫഅദൂഹുന്ന ഉപദേശിക്കണേ. ദീനിനെതിരാകുന്ന കാര്യം കണ്ടാൽ ഭർത്താവിന് ഉപദേശിക്കാൻ കഴിയണമെങ്കിൽ ഭർത്താക്കളെ നമുക്കല്പം ദീന് വേണ്ടേ. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. പെണ്ണ് കെട്ടുന്നതിന് മുമ്പേ കല്യാണം കഴിയാത്ത ബാച്ചിലേഴ്സിന്റെ വാത് കേൾക്കുന്നില്ലേ? ഒരുപാട് ചെറുപ്പക്കാരുള്ള മജ്‌ലിസല്ലേ? അല്പമെങ്കിലും 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന, എല്ലാ ഹറാമിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുത്തിട്ട് പെണ്ണ് കെട്ടണേ. സുബഹി നിസ്കാരം കളാക്കുന്നയാളെങ്ങനെയാ? പെണ്ണ് കെട്ടിയിട്ട് അവളോട് സുബഹിക്ക് എഴുന്നേൽക്കാൻ പറയുക. എല്ലാ ദിവസവും പോരേന്ന് ചിലപ്പോഴൊക്കെ ഭാര്യ വീട്ടിൽ പോയാല് അമ്മോച്ചനെ അമ്മായിയുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കും. അല്ലെങ്കിൽ തന്നെ ചില ആണുങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓളെ മുമ്പിൽ വലിയ സൂപ്പിയാകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ 1 മാസം തഹജ്ജുദ് മാത്രമല്ല, ഒരിക്കൽ അങ്ങനെയുള്ള ഒരു പുരയിലും കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു പുരയിൽ ഞാൻ പോയി കിടന്നു. ഭാര്യയുടെ വീട്ടിൽ നോക്കുമ്പോ ഞാൻ താഴെ കിടന്നത്, ഭാര്യ ഭർത്താവ് മേലെ. ഞാൻ ഒരു 4 മണിക്ക് കേൾക്കുന്ന റഹ്മാനായ അല്ലാഹ് കണ്ട ഉസ്താദുമാരുടെ ഡയലോഗ് മുഴുവനും കാണാതെ പഠിച്ചു വെച്ചിട്ട് ദ്വാരക്കാണ്. മോനെ ഓൾ ആമീൻ പറയാ ബേക്കുന്ന ഒച്ച ഇങ്ങനെ കേൾക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കല്ലേ, വേദന ഇപ്പോഴും ഈ മദനിയുടെ വീട്ടിലും അത് CP-യുടെ വീട്ടിലും മദനിയുടെ ഉപ്പാന്റെ വീട്ടിലൊക്കെ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് പല കാലത്ത് ഇവിടെ വന്നപ്പോ. അപ്പോ ഞാൻ നടന്ന വേദന ഒന്നല്ലേ. അപ്പോ പിന്നെ ഒരിക്കൽ പോയിട്ട് കിടന്നു നോക്കുമ്പോ ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോയി, ഈ കള്ളനില്ല, സുബഹിയില്ല. തഹജ്ജുദിന് മേലെ ഇങ്ങനെ പിന്നെ ഭയങ്കര മലയാളത്തിലെ ദുആ, നമ്മൾ ഇഖ്ലാസോടെ നമ്മൾ കണ്ട വയലന്മാര് ദ്വാരക്കുന്ന ദുആ അങ്ങനെ കാണാതെ പിടിച്ചിട്ട് അതിങ്ങനെ പാടില്ല. നമ്മുടെ ദുആ ബേക്കുന്ന ആമീൻ പറയാ, ഭയങ്കര ആമീൻ. താഴെ അമ്മച്ചൻ ഇങ്ങനെ ഒരു ഹെൽത്ത് ജോലി ചെയ്യുന്ന ആളാണ്. എന്തൊരു ദുആ പഠിച്ചോനെ, ഇങ്ങനത്തെ പുതിയ പെണ്ണ് കിട്ടി, എത്ര ഭാഗ്യാണ്. പിന്നെ കുറെ മാസം കഴിഞ്ഞ് നോക്കുമ്പോ നോക്കണം, ആദ്യത്തെ ദീന് പിന്നില്ല. ഇത് ഓളെ കാണിക്കാൻ വേണ്ടി ആദ്യം തഹജ്ജുദും സുബഹിയൊക്കെ തുടങ്ങിയതായി കള്ളൻ. ഓൻ സുബഹിക്ക് പണ്ട് എഴുന്നേൽക്ക്, അങ്ങനത്തെ ദീനല്ല. റഹ്മാനുർ-റഹീമായ അല്ലാഹുവിനെ കാട്ടിക്കൊടുക്കും, റബ്ബിനെ പരിചയം അല്ലെ, പടച്ചോനെ പൊരുത്തപ്പെടിക്കുന്ന ദീന്, ആളെ പൊരുത്തപ്പെടിക്കുന്ന ദീനല്ലേ. ദീനുണ്ടാക്കണേ. ദീനുള്ള സവിശേഷം. നീ കല്യാണം കഴിച്ചാൽ കിട്ടുന്ന ഗുണം എന്താണ്? നിന്നെയാണ് പെണ്ണ് മാതൃകയാക്കുക. ഒരു വെള്ളക്കടലാസ് പോലെയാണ് പെണ്ണിന്റെ മനസ്സ്. നിന്റെ കണ്ണുനീര് കാണുമ്പോഴാണ് പെണ്ണ് കരയാൻ തുടങ്ങുക. നിന്റെ പുകടി കാണുമ്പോഴാണ് അവളെ കൽബിലും
ചരിത്രത്തിലുള്ള ആരിഫീങ്ങളുടെ ഭാര്യമാരെ അറിയില്ലേ? ഇവര് കരയുന്നത് കണ്ടപ്പോഴാണ് ആ ഭാര്യമാര് കരയാൻ തുടങ്ങിയത്. ഇവര് തഹജ്ജുദ് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് പെണ്ണുങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങിയത്. ഇവരെ സ്വതക്ക കണ്ടപ്പോഴാണ് അവരും സ്വതക്ക ചെയ്യാൻ തുടങ്ങിയത്. ഏത് പെണ്ണും ആണിന്റെ കാർബൺ പതിപ്പാ. കേൾക്കണേ, ഏത് പെണ്ണും ആണിന്റെ അൽമർഉ അലാ ദീനി ഖലീലിഹി. മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ ദീനിന്റെ മേലിലാണ്. ആണിനെ കാണുമ്പോഴാണ് പെണ്ണ് നന്നാവുക. മാത്രമല്ല, ആണുങ്ങൾ നല്ല ദീനാണെങ്കിൽ, സ്വാലിഹായ ഭർത്താവാണെങ്കിൽ, പിന്നെ ആ ഭർത്താവ് വല്ലാതെ ഭാര്യമാരെ ഉപദേശിക്കണ്ട. അയാളുടെ ദീന് കാണുമ്പോൾ തന്നെ അവളങ്ങ് നന്നാകാൻ തുടങ്ങും. കേൾക്കണേ, അതേ സമയത്ത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കാലങ്ങളിൽ നമ്മൾ സുബഹി കിടന്നേറ്റില്ല. നമ്മൾ 7-8 മണി വരെ അങ്ങ് കിടന്നുറങ്ങി. ഭാര്യയാണെങ്കിൽ സ്വന്തം ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ജീവിക്കുമ്പോൾ സുബഹി കിടന്നേറ്റവളാണ്. ഇപ്പോൾ നിന്റെ കൂടെ കൂടിയിട്ട് അവളെ സുബഹി പോയി. പൊതുവെ ചില നല്ല തന്റേടുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ആ ഭർത്താവിനെ കൂടി സുബഹി കിടന്നേൽപ്പിക്കും. തന്റേടല്ലാത്ത കഞ്ഞി നനഞ്ഞ ബർഗർ പോലത്തെ, നനഞ്ഞ ബന്ന് പോലത്തെ പെണ്ണാണെങ്കിലേ ഓന്റെ കൂടെ കൂടും. ഓൻ പറഞ്ഞു എഴുന്നേൽക്കണ്ട, ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്നില്ല, രണ്ടാളോട് ഞാൻ ഉറങ്ങും. ആരാ ഈ വിസിലടിക്കുന്ന പഠിച്ചോ ഇടുന്നേ? എന്തോ ഒരു കട്ടായത്. ആ സിയാർത്ത് ചെയ്യുമ്പോഴേ എനിക്ക് പിന്നാൻ തള്ളി കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ഉറൂസ് എന്ന് പറഞ്ഞാൽ വിസിലടിക്കുക, പിന്നെ ഈ വാളണ്ടിയറെ പണിയെടുക്കലൊന്നല്ല. വലിയൊന്നും കിടക്കില്ല, എഴുന്നിട്ട് ഓടി കൂടി ഇഷ്ടപ്പെടാളി. രാത്രി അല്ലെങ്കിൽ തന്നെ വിസിലടിക്കരുത്. മക്കാമ കിടക്കുന്നതിന് തങ്ങളെ ഓർമ്മിക്കണ്ടേ നമ്മള്? അതെന്റെ മുമ്പിൽ വന്നിട്ട് വേറെ ഓഫായി പോയി. ഞാൻ പറഞ്ഞു, ഞാൻ ബീക്കനോട് പ്രത്യേകം പറഞ്ഞു, എന്നെ വേദന വിളിക്കണ്ട, ഈ ഉറൂസിനെ വിളിക്കണ്ടാണ്. മക്കാമിനോട് ഉറൂസിനോടൊക്കെ താല്പര്യം, പക്ഷെ ഉറൂസിന് വേദന പറയാൻ കഴിയില്ല. കണാ കൊണ കണാ കണാ കൊണ കണാ കൊണ. ആദ്യം ഒരു തങ്ങള് എന്റെ ഇടയ്ക്ക് ഔലിയ, പിന്നെ ലാസ്റ്റ് തങ്ങളെല്ലാം കൂടി, പിന്നെ അങ്ങനെയാണ്. ഇതിപ്പോ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ പൊസോട്ടുള്ള തങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ SM തങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് കുറെ നല്ലതൊക്കെ, ഇതൊക്കെ നല്ലത്. അതിനോടൊന്നും അങ്ങനെ ആഫിയത്തോടു കൂടി വന്നു കൂടാനുള്ള ആഫിയത്തില്ല. കുറെ നേരം നിൽക്കുമുണ്ട് വേദനാകുമ്പോ. ഇത് കേൾക്കണേ, ഭാഗങ്ങൾ പറയുന്ന വിഷയം കേൾക്കണേ. മുഅ്മിനേ, ഒരു ആണുങ്ങൾ നന്നായാലാണ് അതിനനുസരിച്ചിട്ട് ഒരു പെണ്ണ് നന്നാവുക. ആണും പെണ്ണും നന്നായാലാണ്. ഇതെന്തിനാ ഈ പെണ്ണ് ഇടുന്ന ശരിക്കും എന്തിനാ? ഇതിന്റെ തസവുഫിയായ, ഇതിന്റെ ഇഹ്യാഉലുദ്ദീനില്, അതേപോലെ തന്നെ നമ്മുടെ തസവുഫിന്റെ കിതാബുകളിൽ കാണുന്ന ഒരുപാട് ഗുണങ്ങൾ. ഒന്നുക, ഈ പെണ്ണിനെ കൊണ്ടുപോയിട്ട് വേണം ഹൂറുൽ ഈങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണായിട്ട് അവിടെ യൂസ് ചെയ്യാൻ. ഇവളാണ് ഈ കെട്ടി, ഇവിടുത്തെ ഭാര്യയല്ലേ. ചില മനുഷ്യന്മാർക്ക് ഹൂറുൽ ഈന്ന് കേൾക്കുമ്പോ അത് മതി, ഇത് വേണ്ടാന്നുള്ളൊരു ആഗ്രഹമുണ്ട് അല്ലേ? വായിലിങ്ങനെ വെള്ളം വരിക. സ്വർഗോന്ന് കേൾക്കുമ്പോ ഹൂറുൽ ഈൻ അല്ലടോ. മഹാനായ മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിരുന്നു, നബിയേ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള പെണ്ണേത് പെണ്ണാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസാഉ ദുനിയാ അഫ്ളു മിൻ നിസാഇൽ ആഖിറ. ഇവിടെയുള്ള പെണ്ണാണ് വരാനിരിക്കുന്ന ലോകത്തെ പെണ്ണിനേക്കാളും ശ്രേഷ്ഠതയുള്ളവർ. നമ്മൾ കൊണ്ടുപോകുന്ന ഓളിൽ എവിടത്തെ ഓള് അതാണ് ഏറ്റവും ഭംഗിയുള്ള, മാത്രമല്ല അവിടെ ഏറ്റവും പരിഗണനയുള്ള പെണ്ണ്. അതാണല്ലോ അറ്റമില്ലാത്ത ലോകം. ഈ ഓളയും കൊണ്ട് അവിടെ താമസിക്കണം, അതിനവിടുന്ന് പെണ്ണ് കിട്ടുന്നേ ഒരു ലക്ഷ്യതാണ്. മറന്നുപോകല്ലേ? അല്ലാതെ നമ്മുടെ ലൈംഗിക ആഗ്രഹം തീർക്കുക അതല്ല. അത് ഇൻഷാല്ലാ അത് വിഷയമാണ്, അതൊരു വിഷയമാണ്. അല്ല എന്നല്ല, ആഗ്രഹിക്കണേ, ഈ ഭാര്യയും കൊണ്ടുപോകണം സ്വർഗത്തിലേക്ക്. അറിയില്ലേ, സ്വർഗത്തിലേക്ക് അല്ലാഹു തആല ക്ഷണിക്കുന്നത് ഇങ്ങനെയാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അൻതും, നിങ്ങളും, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളും, തുഹ്ബറൂന, സന്തോഷവാന്മാരായി. നമ്മുടെ സ്വർഗത്തിലേക്ക് പോകുക ഇങ്ങനെ, മക്കളെ വാ വാ വാ, നിങ്ങൾ ഓളെ കൂട്ടിയിട്ട് വാ, വിത്ത് ഫാമിലി. ഇൻവിറ്റേഷൻ അങ്ങനെയാണ്. ഒന്നിച്ചിട്ടാണ് പോകാൻ പറയുക. ഭാര്യയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയണം. സ്വർഗത്തിൽ നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച രമ്യഹർമ്മ്യത്തിലേക്ക് കയറുമ്പോ ഹൂറുൽ ഈങ്ങളതാ, നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ച ഹൂറുൽ ഈങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഹൂറുൽ ഈനേക്കാളും നമുക്ക് സ്നേഹം നമ്മുടെ ഭാര്യയോടാണ്. കാരണം അവളല്ലേ നമ്മെ അനുസരിച്ചത്, അവളല്ലേ ഭക്ഷണവും വെള്ളവും
വസ്ത്രവുമെല്ലാം തന്നത് അവളല്ലേ, നമ്മുടെ ബീജം പേറി നൊന്തു പ്രസവിച്ചത്. അതുകൊണ്ട് ബന്ധം ഇവളോടാണ്. സ്വർഗത്തിലെ ഭക്ഷണവും വെള്ളവും കഴിച്ചിട്ട് കാലങ്ങൾ ഒരുപാട് ഒരുപാട് ഒരുപാട്, അറ്റമില്ലല്ലോ, അവസാനമില്ലല്ലോ, ഒടുക്കമില്ലല്ലോ. സുഖത്തോടെ സന്തോഷത്തോടെ ക്ഷേമാശ്ചര്യത്തോടെ കാലങ്ങൾ ഒരുപാട് താമസിക്കേണ്ട ബന്ധമാ വിവാഹം എന്നത്. ഭർത്താക്കളെ, നിസ്സാരമായ കാര്യത്തിന്റെ മേലിൽ കാലങ്ങളോളം പിണങ്ങി നിന്ന് അവസാനം ആ പിണക്കത്തിൽ തന്നെ നീ മരിച്ചു പോകുന്ന ഗതികേടുണ്ടാകല്ലേ. ഒന്ന് നീ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണേ പെണ്ണേ. ആൺകുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ ആൺമക്കളും നീയും ഒരു യൂണിയനായി, ഒരു ഐക്യസംഘമായി ഭർത്താവിനെ അവഗണിച്ച് നായ തൊട്ട കലം പോലെ പുറത്താക്കുന്ന സ്വഭാവം ചില കുടുംബത്തിലില്ലേ. 3 നേരം തിന്നാൻ കൊടുക്കും, തുണിയും കുപ്പായവും അലക്കി കൊടുക്കും. പക്ഷേ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ പോയിട്ടിരിക്കൂല, ഒന്നിച്ച് കിടന്നുറങ്ങൂല, മര്യാദക്ക് സംസാരിക്കൂല. ചോദിച്ചാ പറയും ആരോഗ്യമുള്ള കാലത്ത് കൂടെ കിടന്നിരുന്നില്ലേ, ഇപ്പൊ രോഗമായത് കൊണ്ടല്ലേ എന്നൊക്കെ. എന്ത് ന്യായം പറഞ്ഞാലും ആ ന്യായമൊന്നും ന്യായമല്ല. മരിക്കുന്ന നേരം വരെ നിങ്ങൾ കിടക്കേണ്ടത് ഒരേ കട്ടിലിൽ തന്നെ. കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിന് ഒരു ലൈംഗികമായ ആഗ്രഹം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെല്ലാം പരസ്പരം ഏറ്റുപറയേണ്ടത് ആണ് പെണ്ണിനോടാണ്, പെണ്ണ് ആണിനോടാണ്. നേരത്തെ ഞാൻ ഓതിയ ആയത്തിലില്ലേ, നിങ്ങൾ ശാന്തി തേടി ചെല്ലാനാണ് ആണിന്റെ പെണ്ണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെയോ ടെൻഷനായിട്ട് രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഫ്രഷായി സുഗന്ധം പൂച്ചിട്ട് മണിയറയിലേക്ക് അങ്ങ് കയറി. അത് എത്ര പ്രായമായാലും രണ്ടുപേരും ഒന്നിച്ചങ്ങ് കിടന്നാൽ ഭർത്താവിന്റെ എല്ലാ സങ്കടങ്ങളും പറയേണ്ടത് ഭാര്യയോടാണ്, ഭാര്യയുടെ എല്ലാ സങ്കടങ്ങളും പറയേണ്ടത് ഭർത്താവോടാണ്. അറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി വന്നില്ലേ? ഹിറാ ഗുഹയിൽ വെച്ച് വഹയിന്റെ സന്ദേശം ഏറ്റുവാങ്ങിയിട്ട് വന്ന പനി. ആ പനിയുമായി റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ കയറി വന്നത് ഖദീജ ബീവിയുടെ ചാരത്തല്ലേ. സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ ഖദീജ, ഒന്ന് പുതപ്പിട്ട് മൂടിത്ത. ആ സംഭവം വിശദീകരിച്ച സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. ഖദീജ ബീവി പനി വന്ന് കയറിയ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സമാധാനിപ്പിക്കുന്നു. നബിയേ, കല്ലാ ബുശിർ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. നബിയേ, താങ്കളെ അല്ലാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. അബ്ശിർ, സന്തോഷിക്കണം നബിയേ. കാരണം താങ്കൾ ഒരുപാട് ഗുണങ്ങളുള്ളയാളല്ലേ, താങ്കൾ ബന്ധുമിത്ര, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നയാളല്ലേ, താങ്കൾ സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നയാളല്ലേ, താങ്കൾ പാവങ്ങളെ സഹായിക്കുന്നയാളല്ലേ. എണ്ണിയിട്ടിങ്ങനെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ, പരിവന്ന ഭർത്താവിനെ ഖദീജ ബീവി സമാധാനിപ്പിച്ചില്ലേ? ബദറിന്റെ, ഉഹദിന്റെ, ഖന്തഖിന്റെ, ഖൈബറിന്റെ, ഹുനൈനിന്റെ പൊള്ളുന്ന പോർക്കളങ്ങളിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും തന്റെ പ്രിയപ്പെട്ട എല്ലാ പത്നിമാരുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കുവെക്കാറില്ലേ? ഭാര്യമാരിൽ നിന്ന് സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കാറില്ലേ? ഗാന്ധിനഗറിൽ വേദ കേൾക്കുന്ന ഭർത്താക്കളെ, മരണനേരം വരെ നാം ഒന്നിച്ച് കിടന്നുറങ്ങുക. അങ്ങനെ ആകണം. ഇതെല്ലാം പറയുമ്പോ ചില ആളുടെ ഇങ്ങനെ ഈഗോ കിടക്കുന്നു. ഓളിപ്പത്ര വലിയ ആളെ നമ്മളെടുത്ത് ഇപ്പൊ കിടക്കാനെല്ലാം പറ്റിയ ഓള് നോക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ വലിയ തറവട്ടായിരുന്നല്ലേ ഓള് എന്ന് പറഞ്ഞാൽ മൂലക്ക് വെച്ച. ഞാൻ പറഞ്ഞോട്ടെ, ഇതൊന്നിനും പറ്റൂല. നാട്ടില് പൊരേ താമസിക്കാനല്ല, നാട്ടിൽ താമസിക്കാനേ ആ സുഖം. അതിന്റെ പേരെ ഈഗോ എന്ന്, അതിന്റെ പേരെ ഈഗോ. ഓരോ നാട്ടിലും പല ജാതി മനുഷ്യന്മാര് ഭിന്നിച്ചു പോകുന്നതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? ഈ ഈഗോ ആണ്. ഈഗോ. നമ്മളിപ്പോ ഈ സുന്നി ഗ്രൂപ്പുകൾ വരെ ഉണ്ടാകുന്ന, ഇപ്പൊ ശംസുൽമയെ നന്നായിട്ട് അറിഞ്ഞിട്ട് ശംസുൽമയുടെ കൂടെ, അല്ലെങ്കിൽ AP ഉസ്താദിനെ നന്നായിട്ട് അറിഞ്ഞിട്ട് AP ഉസ്താദ്, അങ്ങനെയല്ലല്ലോ. ഈഗോ ആണ്. ഓൻ KP ആണെങ്കിൽ ഞാൻ CP, ഞാൻ CP ആണെങ്കിൽ മറ്റോ TK. അങ്ങനെ ആരും ആരെ അറിഞ്ഞിട്ട് ഗ്രൂപ്പാകില്ല. അത് കുറച്ചാളേ ഉണ്ടാവും. ബാക്കിയെല്ലാം അങ്ങനെ ഈഗോ. ഇനി രണ്ടെണ്ണം നിങ്ങൾ അങ്ങനെ 2 ഗ്രൂപ്പാണെങ്കിൽ ഞാൻ 3-ാം ഗ്രൂപ്പ്. 3ഉം ഇതെല്ലാം കൂടി ഒന്നായി കരുതിക്കോ, ഒരു 100 ഗ്രൂപ്പ് പറഞ്ഞുണ്ടാവും. മനുഷ്യന്റെ ഇത് മാനസികാവസ്ഥയാണ്. പറഞ്ഞോട്ടെ, ഇത് പൊരയിൽ പോയി സമാധാനം. ബാക്കി എല്ലാവരും ഇങ്ങളത്തൊക്കെ ഗ്രൂപ്പ് കണ്ടായിക്കോ. പൊരയിൽ ഉണ്ടാക്കല്ലേ, പൊരയിൽ സ്വന്തം ഓളോട് ഞാനങ്ങനെ താണു കൊടുക്കുക. ഞാൻ പറഞ്ഞോട്ടെ, താണു കൊടുക്കേണ്ടത് ആണുങ്ങളാണ്. അതിന് ഒന്നാമത്തെ ഉദാഹരണല്ലേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
തങ്ങളെ വാളുകളിൽ തങ്ങളുടെ ഉപദേശങ്ങളിൽ നോക്കിട്ടെ, ഹജ്ജത്തുൽ വദാഇൽ അങ്ങ് ഉപദേശിച്ചില്ലേ, അലാ അസ്തൗസു ബിന്നിസാഇ ഖൈറാ, അലാ ഇന്നമാ ഹുന്ന അവാനുൻ ഇൻദകും, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ അധീനപ്പെടുത്തിയവരാണ്, നിങ്ങളുടെ കീഴിൽ ജീവിക്കേണ്ടവരാണ് പെണ്ണ്. സ്ത്രീകളോട് നിങ്ങൾ ഖൈറായ ഉപദേശം തേടണേ. അവിടെ അവസാനത്തെ പ്രസംഗത്തിൽ ദീർഘനേരം പറഞ്ഞു ആ ഭാഗം. അത് കഴിഞ്ഞിട്ട് ഹജ്ജത്തുൽ വദാ എപ്പോഴാണ്ടായ? ദുൽഹജ്ജ് മാസത്തിൽ, അറഫാ ദിവസത്തിൽ. അത് കഴിഞ്ഞു, ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറം, സഫർ. സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഫർ മാസത്തെ ഒടുവിലത്തെ ബുധനാഴ്ച പനി വന്നു. ആ പനിയുമായിട്ട് വീട്ടിലിങ്ങനെ കിടക്കുമ്പോഴാണ് ബിലാൽ ഇബ്നു റബാഹ് കയറി വന്നിട്ട് പറയുന്നു, നബിയേ, പള്ളിയിലേക്ക് വിളിക്കുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടി. അസ്വലാ യാ റസൂലല്ലാഹ്, ഒന്ന് പള്ളിയിൽ വരണം നബിയെ, അങ്ങൊന്ന് ഇമാമായി നിന്ന് നിസ്കരിക്കണമെന്ന്. ശാരീരികമായ ക്ഷീണമുള്ളപ്പോഴും എല്ലാ ജമാഅത്തിലും ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നു. പക്ഷേ ബിലാൽ ക്ഷണിക്കാൻ വന്ന അന്ന് തീരെ കഴിയുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴേ ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയെ, എന്റെ ഉപ്പയാണ് സിദ്ദീഖ്, വല്ലാത്ത ഹൃദയം നിർമ്മലമായ ആളാ, അങ്ങ് നിസ്കരിക്കാൻ നിന്ന മിഹ്റാബിൽ, അങ്ങ് ചവിട്ടി നിന്ന മുസല്ലയിൽ സിദ്ദീഖിനെ നിസ്കരിക്കാൻ കഴിയുമോ? ഇമാമാകാൻ കഴിയുമോ? വലിയ രക്കത്തുള്ള ഖൽബിന് വല്ലാത്ത മയമുള്ളയാളല്ലേ, പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കാറുള്ള മുസല്ലയിൽ സിദ്ദീഖ് കയറി നിന്നില്ലേ, കരയാൻ തുടങ്ങിയില്ലേ? സിദ്ദീഖ് കരയാൻ തുടങ്ങി. അത് കരച്ചിലല്ല, അട്ടഹാസമായി. അത് മഹാന്മാരായ സ്വഹാബത്തുമേറ്റു. എല്ലാരും കരച്ചിലായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടിലല്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അവിടെ വെച്ച് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും ചോദിച്ചു, അല്ല അലിയേ, അല്ല ഫദ്ലേ, മാ ഹാദിഹിൽ വജ്ജാ, എവിടെന്നാ ഒരൊച്ച കേൾക്കുന്നത്, എവിടെന്നാ അട്ടഹാസം കേൾക്കുന്നത്? അലിയും ഫദ്ലും പറഞ്ഞു, നബിയേ, ലിഫിറാഖിക യാ റസൂലല്ലാഹ്, അങ്ങേക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്തത് കൊണ്ട്, അങ്ങ് ഇമാമാകാത്തത് കൊണ്ട്, അവിടെ സിദ്ദീഖ് കയറി നിന്നപ്പോഴുള്ള സങ്കടം കൊണ്ട് കരഞ്ഞതാണ് നബിയേ. അത് സ്വഹാബത്തിന്റെ കരച്ചിലാണ് നബിയേ. എനിക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് എന്നേറെ സ്നേഹിക്കുന്ന സ്വഹാബത്ത് കരയുകയാണ് എന്നറിഞ്ഞപ്പോ സ്വഹാബത്തിനെ വല്ലാതെ സ്നേഹിച്ച മുഹമ്മദ് റസൂലുള്ളാഹി, അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെക്കാളും ബുദ്ധിമുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെന്ന് അത് ലോകത്തെ മുഴുവൻ ഉമ്മത്തോടും അല്ലാഹു തആല പറഞ്ഞതാണ്. ഉമ്മത്തെ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ നിങ്ങളുടെ പ്രയാസത്തിൽ നിങ്ങളെക്കാൾ പ്രയാസം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെന്ന ഖുർആനിലില്ലേ? ഇത് ഉമ്മത്തല്ലല്ലോ, ഉമ്മത്തിലേറെ ശ്രേഷ്ഠരായ സ്വഹാബത്തല്ലേ? സ്വഹാബത്ത് റസൂലുള്ളാഹിയുടെ അഭാവം കൊണ്ട് കരയുകയല്ലേ? കരച്ചിൽ കേട്ടിട്ട് റസൂലുള്ളാഹിക്ക് ബേജാറായി, കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ മുർമിലുകൽ ഹുമ്മാ, പനിയെ മാറ്റുന്ന അല്ലാഹ്, ഈ പനിയെ ഒന്ന് മാറ്റിത്താ അല്ലാഹ്. നോക്കണം, സ്വഹാബത്ത് കരയുമ്പോഴാണ് ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് തോന്നിയത്. ഒരു ആശ്വാസം തരണേ അല്ലാഹ്. ദുആ കഴിയുമ്പോഴത്തേക്ക് ആശ്വാസമായി. ആശ്വാസമായപ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസോടും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോടും രണ്ട് കൈ താങ്ങാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കക്ഷവും രണ്ട് സ്വഹാബത്ത് താങ്ങി പിടിച്ചു. വെച്ച് 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 മസ്ജിദുൻ നബവിയുടെ മെമ്പറിന്റെ താഴെ പടിയിൽ പോയിട്ടിരുന്നു. എന്നിട്ട് സ്വഹാബത്തോട് സലാം പറഞ്ഞു. കരയുന്ന സ്വഹാബത്ത് കണ്ണുനീർ വാർത്ത് സലാം മടക്കി. ശേഷം അതാ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായ ഒരു ഉപദേശം ചെയ്തു. ആ ഉപദേശത്തിലും പറഞ്ഞു, ഇസ്തൗസൂ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ,
സ്ത്രീകളോട് നിങ്ങൾ ഖൈറായ ഉപദേശം തേടുക. ഇന്നമാഹുന്നവാനും നിങ്ങൾ അധീനപ്പെടുത്തിയ വിഭാഗമാണ് പെണ്ണുങ്ങൾ. ആലോചിച്ച് നോക്കുക, പെണ്ണുങ്ങളെ ഉപദേശിക്കാത്ത ഉപദേശങ്ങൾ സ്വഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ ചരിത്രത്തിലില്ല. കേൾക്കണേ, നമ്മുടെ ബീജം പേറി പ്രസവിച്ചതവരല്ലേ, നമ്മുടെ തുണിയും കുപ്പായവും അലക്കി തന്നതവരല്ലേ, നമ്മുടെ മക്കളെ സംരക്ഷിച്ചതവരല്ലേ. വാശിയും ശാഠ്യവും ദേഷ്യവും നമുക്കുള്ളതുപോലെ അവർക്കും ഉണ്ടാകാം. പക്ഷേ ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ല നിലയിൽ അവരോട് പെരുമാറണേ. നിസ്കരിക്കാൻ പറഞ്ഞ അതേ ഖുർആനാണ് ഇങ്ങനെ ആണുങ്ങളോട് പറഞ്ഞത്. നോമ്പ് നോൽക്കാൻ പറഞ്ഞ അതേ ഖുർആനാണ് ഇങ്ങനെ ആണുങ്ങളോട് പറഞ്ഞത്. സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനും പറഞ്ഞ അതേ അല്ലാഹു തന്നെയാണ് മുഅ്മിനീങ്ങളെ ഭാര്യമാരോട് ഇങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചത്. നമ്മുടെ ഭാര്യമാരോട് പെരുമാറേണ്ട രീതി അതാണ്. നല്ല ഹുസ്നുൽ മുആശറത്ത് ഉണ്ടാകണം. ഒരു തരത്തിലും ഭാര്യമാരെ വേദനിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന പണി ആണുങ്ങളെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടോ? നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകല്ലേ. ചരിത്രത്തിൽ കുറെ പിന്നാളി വീരരില്ലേ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളില്ലേ, സയ്യിദ് ഇബ്നു മുആദില്ലേ, ഖാലിദ് ഇബ്നു വലീദില്ലേ. ചരിത്രം കുറെ കൂടി ഇങ്ങോട്ട് വരുമ്പോ താരീഖ് ഇബ്നു സിയാദില്ലേ. ഒട്ടേറെ മഹാന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയില്ലേ? അവരെ കുടുംബ ജീവിതം ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോർക്കളങ്ങളിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടിയ വീരശൂര പരാക്രമിമാര് പോലും ഭാര്യമാരെ മുന്നിൽ തലകുനിച്ചില്ലേ? ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടപാടുകളും ഭംഗിയിൽ ചെയ്തു കൊടുത്തില്ലേ? കാരണം അത് നമുക്ക് നിർബന്ധമല്ലേ? മഹാനായ മുആവിയത്ത് ഇബ്നു ഹൈദാ, സയ്യിദുനാ മുആവിയത്ത് ഇബ്നു ഹൈദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയേ, കല്യാണം കഴിഞ്ഞൊരു പുതിയ ഭർത്താവാണ് ഞാൻ. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ എന്താണ്? അൻതുഇമഹാ ഇദാ തുഇംത. ആദ്യം എടുക്കേണ്ട പണി ഓളെ നീ ഭക്ഷണം ഭക്ഷിപ്പിക്കുക. പൊണ്ണ് കിട്ടിയാല് തക്കവ കൊടുക്കുക, ദീന കൊടുക്കുക. ആ ഭാഗം ഞാൻ പറഞ്ഞില്ലേ? ഇനി നമുക്ക് നമ്മൾ എടുക്കേണ്ട പണി ഭക്ഷണം. ഈ ഭക്ഷണം കൊടുക്കേണ്ട വിഷയത്തെ ശരിക്കും ശ്രദ്ധിക്കണേ ആണുങ്ങളെ. ഇതെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. ഹലാലായത് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് താമസിക്കേണ്ടത് അവളെ. ഇവിടുന്ന് ഈ തരികടയും തട്ടിപ്പും പൊട്ടിപ്പോ ഇന്നിപ്പോ ഈ കഞ്ചാവ് കുടിക്കുന്ന ഈ നേത്രാവതി പുഴ മുതൽ ഇങ്ങോട്ട് കഞ്ചാവ് കച്ചവടം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ 99% ശരിക്കും ഇരുന്നിട്ട് കളക്കണേ. അതിന്റെ ഇടയിൽ നിന്ന് കക്കൂസ് പോകാൻ പറ്റില്ല ആർക്കും. നേവ് ചെയ്തിട്ട് ഇരുന്ന് ഫുള്ള് വേദക്കണം കളക്കണേ. പോകുന്ന ആൾക്കാർ വിഷമുള്ളവര് രോഗമുള്ളവരൊക്കെ പോകുന്നുണ്ട്, അവർക്ക് പോകാൻ കുഴപ്പമില്ല. ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന്, കാരണം ഇതിന്റെ ശേഷം ഞങ്ങൾ ദുആ ചെയ്യാനുണ്ട്. ഒരു സയ്യിദിനെ അവഗണിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്ത് വന്നാലും സയ്യിദന്മാരുടെ പിറകിലല്ലാതെ അത് നമുക്കൊരു എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു അമാനത്തായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് ഒരു സ്റ്റേജിൽ. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. ഇവിടെ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾ അതവുകേട് വന്നാലും തങ്ങളെ അത് സയ്യിദന്മാരെ ഭയപ്പെടാതിരിക്കുകയാണ്. അവർ നമ്മുടെ കുട്ടികളൊക്കെ അല്ല തങ്ങളെ മോനെ സയ്യിദന്മാരാണ്. അല്ലാഹു തആല അവരുടെ പിറകിൽ നിൽക്കാൻ നമ്മൾ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒരു സയ്യിദ് കയറി വരാനുണ്ട്. നാടിനെ പറ്റി പറക്കത്ത് 2 ഒരു തങ്ങളും മക്കളും നാട്ടിലുണ്ടായതാണ്. അതിൽ ഈ ഗ്രൂപ്പ് തിരിച്ചിട്ട് അത്തങ്ങൾ ഇത്തങ്ങൾ മറ്റേ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് നമ്മൾ സയ്യിദന്മാരെ കാര്യത്തിൽ കാരണം സയ്യിദന്മാരല്ലേ, നമുക്ക് അതിനുള്ള ഉത്തരവാദിത്തമില്ല. അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളാണ്. അവരെ പിറകിൽ ഉറച്ചു നിൽക്കുക, അവരെ ബഹുമാനിക്കുക. അല്ലാഹു തആല ഒരിക്കലും അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ പറയാം, അവരെ കുറിച്ചിട്ട് തെറ്റിദ്ധാരണ വരുത്തുക അവരെ എന്തെങ്കിലും വിധത്തിൽ. കാരണം ആ ചോര നബുവത്തിന്റെ ചോരയാണ്. അവരെ പിറകിൽ നിൽക്കുക. അതുകൊണ്ട് ശരിക്കും ഭക്ഷണം ഹലാലാക്കുക. അല്ലെങ്കിൽ ഈ തരികട ഇപ്പൊ ഈ കഞ്ചാവ് വെക്കുന്ന ഒരു കഞ്ചാവ് നടക്കട്ടെ, ഈ ജ്വല്ലറികളിലും അതേപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ഷെയർ കൂടുന്ന, എല്ലാറ്റിലും സ്വത്ത് കച്ചവടത്തിലൊക്കെ ഷെയർ കൂടുന്ന ആളുണ്ട്. സ്വത്ത് കച്ചവടം നാട്ടിൽ നടത്തുന്ന ആളെടുത്ത് ഒരു മന്ത്രി 50 ലക്ഷം ഉറുപ്പിക ഉണ്ട്, നീ അത് കച്ചവടത്തിലിട്ടോ. എന്നിട്ട് അപ്പൊ നീ എന്തെങ്കിലും മാസം തരിക. 50 ലക്ഷം ഉറുപ്പിക ഇടുമ്പോ ആദ്യം ചോദിക്കൽ അതാണ്. അത് മാത്രമല്ല, അത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. വാങ്ങുന്ന ഇന്നത്തെ പൈസ ഉണ്ടോ? അന്നത്തെ മാസത്തിൽ ലക്ഷത്തിന് 5 റുപ്യ 5000 റുപ്യ, 50 ലക്ഷത്തിന് 525 റുപ്യ. അത് എത്ര ഉണ്ടാവും? 25,000. അതിലുണ്ടാകുക 50 ലക്ഷത്തിന് 2 ലക്ഷം റുപ്യ. 50 ലക്ഷത്തിന് 5,000 റുപ്യ 50 ലക്ഷത്തിന് ഉണ്ടാകുക. ഒരു ഉദാഹരണം പറയും. 2 ലക്ഷം ഈ ചിരിക്കുന്നില്ല. എന്റെ തല ചൂടായിട്ടുള്ള എനിക്കിപ്പോ ഒന്നും ഓർമ്മ കിട്ടില്ല. 1 1 3 എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയും ഉണ്ടെന്നില്ല.
എത്രയാ പോട്ടെ, ഉദാഹരണം പറഞ്ഞ് കഴിഞ്ഞു കേട്ടോ. 50 പറയേണ്ടിയിരുന്നില്ല, 5 ലക്ഷം പറയാം. 5,50,000 റുപ്യ. അപ്പൊ അല്ലെ 50 ലക്ഷം അപ്പോ 2.5 ലക്ഷം റുപ്യ. നിങ്ങൾക്ക് 2.5 ലക്ഷം റുപ്യ മാസത്തിൽ 50 ലക്ഷത്തിന് എണ്ണി വാങ്ങുകയാണ്. ഇതിന്റെ പേരെന്താണ്? ഇത് പറഞ്ഞ അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് പറഞ്ഞോടെ പറയും. 50 ലക്ഷം റുപ്യ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഷെയർ കൂടി, എന്നിട്ട് മാസത്തിൽ 2.5 ലക്ഷം റുപ്യ എണ്ണി വാങ്ങുന്നതിന്റെ പേരെന്താണ്? ആദ്യം കരാറാക്കിയിട്ട് എണ്ണി വാങ്ങണം. അതിന്റെ പേര് പറയും. ഉണ്ടെന്നില്ല അത് പറഞ്ഞു. അതിന് സ്കൂളിൽ പോകണം. അത് അച്യുതാനന്ദനോട് ചോദിച്ചാൽ പറഞ്ഞിരും. അതിന്റെ പേരെന്താ? ഉണ്ടെന്നില്ല. പലിശ എന്ന് പറഞ്ഞാൽ നാളിപ്പൊന്നും പഠിച്ചിട്ടാ. അതിന്റെ പേരാണ് പലിശ. ഇന്നിപ്പോ ഓരോ നാട്ടിലുള്ള പരിപാടി എന്താണ്? ബോംബെയിലോ ഗൾഫിലോ കപ്പലിലോ ഒക്കെ പോയി വന്ന ആൾക്കാരെ കയ്യിൽ പൈസ ഉണ്ടാവും. അത് പല ഏർപ്പാടുകാരും വാങ്ങുകയാണ്. എന്നിട്ട് മാസത്തിൽ എവിടെ ഉണ്ട്, പിന്നെ മറ്റേ മറിച്ചൊക്കെ ഇംഗ്ലീഷ് പറയും. ഒക്കെ കണക്കാണ്. വേറൊരു രസം നോക്കിയിട്ട് നമ്മുടെ ഇടയിൽ ഒരു മാസം 5,000 കൊടുക്കും, അടുത്ത മാസം 4,700 കൊടുക്കും. അത് നമുക്കറിയാം 5,000 കൊടുക്കണ്ട, ഇങ്ങനെ കൊടുത്താൽ ഇത് പലിശ ആവില്ല. അത് പള്ളിയിൽ ഉസ്താദ്മാരോട് ചോദിച്ചോളി ഇടക്കിടക്ക്. അതുകൊണ്ട് ഇങ്ങനെ പലിശ ആകാതിരിക്കാൻ വേണ്ടി ഒരു മാസം 4,000 കൊടുക്കുക, അടുത്ത മാസം 4,300 രൂപ കൊടുക്കുക, മൂന്നാമത്തെ മാസം 4,758 റുപ്യ. രണ്ടും ബാറ്റാ ചെരുപ്പിന്റെ പൈസ പോലെ ഓന്റെ ഉള്ളിലുണ്ട്. ഇത് പലിശയാണ്. അള്ളാനെ പറ്റിക്കുന്ന പണി എന്ന് പറഞ്ഞപ്പോ വല്ലാത്ത പറ്റിക്കലാണ്. തരികട ഒപ്പിച്ചിട്ട് ഉറക്ക യാസീനെ മക്കാൻ പോയിട്ട് അല്ല കുറെ വച്ചോ അധികം കേട്ടാ അവനെ സൂപ്പിയാന്ന് തോന്നുമ്പോ ഹറാമായ ഏർപ്പാടുകൾ ചെയ്തിട്ട് പണമുണ്ടാക്കുക, ഭാര്യയും മക്കളെയും ഈ ഹറാമ തീറ്റിക്കുക. പല സലഫീക്കും നമ്മുടെ മുജാഹിദായ മക്കൾ ഉണ്ടാകുന്നു. നമ്മുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരായ മക്കൾ ഉണ്ടാകുന്നു, തബ്ലീഗ് ജമാഅത്തിന്റെ അനുഭാവികളായ മക്കൾ ഉണ്ടാകുന്നു. കള്ളത്തരീഖത്തിലേക്ക് മക്കൾ പോകുന്നു, തീരെ നിസ്കാരമില്ലാത്ത അവസ്ഥയിലേക്ക് മക്കൾ നീങ്ങുന്നു. ഇങ്ങനെയുള്ള മക്കൾ എന്താ ഇങ്ങനെ ആയത് എന്ന് ആലോചിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മക്കളെ തീറ്റിച്ച ഭക്ഷണം ഹറാം. മോശമായ ഭക്ഷണമാണ് പള്ളിയിൽ പോയതെങ്കിലേ മോനിങ്ങളെ മത്അമുഹു ഹറാം മശ്റബുഹു ഹറാം മൽബസുഹു ഹറാം. കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ധരിക്കുന്ന വസ്ത്രവും ഹറാമായാലില്ലേ അവനെ അവന്റെ ദുആ മാത്രമല്ല അവനെ അല്ലാഹ് കബൂൽ ചെയ്യില്ല. ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹ് തയ്യിബാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, തയ്യിബിനെ അല്ലാതെ അല്ലാഹ് സ്വീകരിക്കില്ല. റസൂലുള്ളാഹി ഭാര്യമാർക്ക് നാം നൽകുന്ന ഭക്ഷണം 100% ഹലാലാകണം. അന്നുപോകല്ലേ അതിന് കണ്ണിങ് ആയ തീരുമാനം ഉണ്ടാകണം. ഗൾഫിലൊക്കെ പോയാൽ ഇപ്പൊ ഗൾഫിലൊന്നും നല്ല ജോലി കിട്ടൂല. ഗൾഫിലും ക്രൈസിസ്, നാട്ടിലും ക്രൈസിസ്, മാന്യം. അതിനിപ്പോ ചില ആളെന്താ ചെയ്യുന്നറിയോ? എല്ലാരും അല്ല കള്ള് കച്ചവടം തുടങ്ങുക. പിടിക്കൽ ഇപ്പൊ പിടിച്ചു പോലെ കള്ള് കച്ചവടം തുടങ്ങുക. 6 മാസമാകുമ്പോഴത്തേക്ക് നാട്ടിൽ ഇവനെ ഓടുന്ന വണ്ടിയുടെ പേര് ഫോർച്യൂണർ. ഇവിടുന്ന് സൈക്കിളും ചവിട്ടാൻ പോലുള്ള പൈസ ഉണ്ടായിട്ടില്ല കിശേര്. ആ നാട്ടിലോട്ട് നാട്ടുകാരൊക്കെ ചോദിച്ചാ എത്ര ഇങ്ങനെ പൈസ ചെയ്ത് അല്ല തന്നോന്ന്. അപ്പൊ അള്ളാനെ കൂട്ടി ഇവനൊക്കെ നേരെയാവോ? അള്ള തന്നോന്ന്, അള്ളിനെ കൊടുത്തേ കള്ളൻ. അള്ള തന്നോന്ന് ഭയങ്കര നിക്കാരോ. അതാ രസം. ഇടക്കിടക്ക് പുരയിൽ മൗലിദ് ഉണ്ടാക്കുക, ഉസ്താദുമാരെ കൊണ്ടുപോയിട്ട് തീറ്റിക്കുക. ആലോചിച്ച് നോക്കണം. തിന്നവനും തീറ്റിക്കുന്നവനും ഒക്കെ അള്ളാന്റെ ശാപത്തിലല്ലേ? ഇത് അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത മുതലല്ലേ? മോമിനെ എത്ര മനുഷ്യന്മാർ നമ്മുടെ ഇടയില് അല്ലേ? കേൾക്കണേ കേൾക്കണേ, ഒരു നല്ല പെണ്ണായിട്ട് നിന്റെ ഭാര്യ മാറണം. അവളെ കയ്യും പിടിച്ചിട്ട് മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. അതൊന്നും പാടെടുക്കട്ടെ, സ്വർഗത്തിൽ പോക്ക് പിന്നില്ലേ? ഇവിടെ ഇല്ലേ നമുക്ക് രോഗം വന്നാൽ അടുത്തിരുന്നിട്ട് ഒന്ന് തലതടകാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ. പലപ്പോഴും കാട്ടിച്ചു പോകും, മൂത്രിച്ചു പോകും ചില രോഗങ്ങളിൽ. ആ കാട്ടവും മൂത്രവും മൂക്ക് പിടിക്കാതെ ഭാര്യ വൃത്തിയാക്കാൻ അല്ലേ? അല്ലെ ഭാര്യ വൃത്തിയാക്കണ്ടേ? വൃത്തിയാക്കാൻ അതിന് കഴിയണമെങ്കിൽ ഇത് മൂക്കും പിടിച്ചിട്ട് വിളിക്കണം. കട്ടാട് പമ്പാസിന് കാട്ടിക്കാൻ പറഞ്ഞ പമ്പാസ് ഇങ്ങനെ പിടിച്ചു ഊരിയിട്ട് അതിന്റെ പുറത്തേ നിങ്ങൾ കാട്ടിക്കൂ. നിങ്ങൾ കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്. മൂക്ക് പിടിച്ചിട്ടാ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ കിടക്കുന്ന ആൾക്ക് രോഗം ഉണ്ടെന്നല്ലാതെ അയാളുടെ മനസ്സിന് രോഗം ഉണ്ടാവില്ലല്ലോ. ഇതെന്തൊരു ദയനീയ അവസ്ഥയാണ്. ഇവളത് കാട്ടുന്ന കാഴ്ച, ഇവളെ കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന കാഴ്ച കാണുന്നില്ലേ? ഇവൾക്ക് എന്നെ വേണ്ടാതായില്ലേ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതല്ലാ? ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ.
ദീനിയായ ഓളാണെങ്കിലില്ലേ സുബ്ഹാനല്ലാഹ്, കാട്ടം വൃത്തിയാക്കുമ്പോൾ നെറ്റി ചൊളിക്കില്ല, മൂത്രം വൃത്തിയാക്കുമ്പോൾ മൂക്ക് പിടിക്കില്ല. സുബ്ഹാനല്ലാഹ്, എത്ര കിടന്നാലും ഒരു സംഭവം കേൾക്കണേ, കല്യാണം കഴിഞ്ഞിട്ടൊരു കൊല്ലമായില്ല, അതിന്റെ ഇടയിൽ ഈ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ പെട്ടു, അരക്കെട്ടിന്റെ താഴ്ഭാഗത്തങ്ങ് തളർന്നു പോയി. നോക്കണം, ഒരു കൊല്ലായിട്ടില്ല, അരക്കെട്ടിന്റെ താഴ്ഭാഗത്തങ്ങ് തളർന്നു പോയി. പിന്നെ അരക്ക് മേൽപോട്ട് മാത്രമാണ് ഇയാൾക്ക് ഹയാത്തുള്ളത്. ആ ഭാര്യ ഭർത്താവിനെ വിട്ടുപോയില്ല, ഇവൾക്കാണെങ്കിൽ കുട്ടികളുണ്ടായില്ല, പിന്നെ ഒരു ശാരീരികമായ ബന്ധം പോലും നടക്കില്ലല്ലോ. അരക്കെട്ടിന്റെ താഴ്ഭാഗത്ത് പിന്നെ ഹയാത്തില്ല, കാട്ടിച്ചതറിയുന്നില്ല, മൂത്രിച്ചതറിയുന്നില്ല. 10, 25, 30 കൊല്ലക്കാലം അരക്കെട്ടിന്റെ താഴെ തളർന്ന ഭർത്താവിന്റെ ഹാദിമത്തായിട്ട പെണ്ണുകൂടി. ഇതിന്റെ പേര് ഈമാനെന്നല്ലാതെ വേറെ എന്താ? ചക്കരക്കുടം പോലുള്ള സൗന്ദര്യമുള്ള പെണ്ണാണ്, ആര് കണ്ടാലും നോക്കിപ്പോകുന്ന പൊന്നുമോളാണ്. എന്നിട്ടും വേറെ ഒരു ഭർത്താവിനെ തേടിപ്പോയില്ല. ശാരീരികമായ ആഗ്രഹം തീർക്കാനാണെങ്കിൽ ഒരു മാർഗവുമില്ല. ശ്വാസം മുട്ടി നിന്ന യൗവനമാണ്, ചൂട് പിടിച്ച യൗവനമാണ്, നട്ടുച്ച പോലെ വല്ലാതെ ഊശരമായ യൗവനമാണ്. എത്രയോ ആണുങ്ങൾ മാടി വിളിക്കുന്നുണ്ട്, സഫിയ ഇങ്ങ് വന്നോ, സഫിയ ജീവിതം തരാം, ഗൾഫിലേക്ക് പോകാം, അവിടെ വില്ലയിലോ ഫ്ലാറ്റിലോ നമുക്കൊന്നിച്ച് താമസിക്കാം, മക്കളായാൽ ആ മക്കളോടൊത്ത് പാർക്കിലും ബീച്ചിലും സല്ലപിക്കാം. ജീവിതത്തിന്റെ സുന്ദരമായ നല്ല സമയം എന്തിനാ വെറുതെ കളയുന്നത്? സഫിയ ഏതെങ്കിലും യുവാവിന്റെ കൂടെ ഇറങ്ങിപ്പോയില്ല, ഇയാളെ കൂടെ തന്നെ നിന്നു, രാവും പകലും കണ്ണുനീരോടെ ദുആഓടെ കൂടെ നിന്നു. സഫിയാക്കറിയാം, ഇനി ജീവിതത്തിലേക്ക് എന്റെ ഭർത്താവ് തിരിച്ചു വരില്ല, ഇനി ശാരീരികമായിട്ടൊരു സംലയനമോ സംയോഗമോ സംഭവിക്കില്ല, എന്നാലും എനിക്കൊരു പുതിയ ഭർത്താവ് വേണ്ട. 10, 25 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആ ഭർത്താവിന് പുതിയൊരു രോഗം വന്നു, ക്യാൻസർ വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ തന്നെ അരക്ക് താഴോട്ട് ഹയാത്തില്ലാതെ കിടക്കുകയാണ്, അതിന്റെ കൂടെ ക്യാൻസറും വന്നു. ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്തൊരു പരീക്ഷണാണ്, എത്ര കൊല്ലായി ഇവൻ ഇങ്ങനെ കിടക്കുന്നു, ഈ രോഗം ഒന്നുകൂടി വർദ്ധിച്ചിട്ട് ഇപ്പോ ക്യാൻസർ വായില്ലേ, പടച്ചവനെ ഇവനെ അങ്ങ് കൂട്ടിക്കൊള്ളണേ, ഇനി ഇവനെ ഇനിയും നീ പരീക്ഷിക്കാൻ വേണ്ടി വെക്കണ്ട, മരണം ഹൈറാണെങ്കിൽ ഇവനെ അങ്ങ് മരിപ്പിക്കുക. ഇങ്ങനെ ഈ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഭർത്താവിന്റെ സഹോദരന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഇവിടെ കരയാൻ തുടങ്ങി. നിസ്കാര കുപ്പായമിട്ട് മുസല്ലയിൽ കയറി നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നു ഇവൾ, അല്ലാ എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറ്റിക്കൊടുക്കല്ലാ, ഇനിയും ഒരുപാട് കാലം ഭർത്താവിനെ നീ എനിക്ക് തന്നാൽ ഞാൻ ഖിദ്മത്ത് ചെയ്തു കൊള്ളാം അല്ലാ. ഇതിന്റെ പേരാണ് ഈമാൻ. ആരെ സ്നേഹിക്കുന്നതും അത് ഭർത്താവ് ഭാര്യയായാലും ഭാര്യ ഭർത്താവിനെ ആയാലും, മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅഅ്താ ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. റസൂലുള്ളാഹി അതാ പറഞ്ഞേ, ഈമാനുള്ള ഒരാളാണെങ്കിൽ ആ പെണ്ണിനെ കയ്യൊടിയില്ല, ഈമാനുള്ള പെണ്ണാണെങ്കിൽ ആണിനെ കയ്യൊടിയില്ല. രണ്ടുപേരും ഈമാനുള്ളവരാണോ? കേൾക്കണേ, മരണനേരം വരെ ഭാര്യ കിടപ്പിലായാൽ ഭർത്താവ് ഖിദ്മത്ത് ചെയ്യുന്ന സംഭവങ്ങളില്ലേ? ഏകദേശം ഒരു 1 or 2 മാസം മുമ്പാണ് എന്റെ അടുക്കൽ, എന്റെ നാടിനടുത്താണ് മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്ന സമസ്ത കേന്ദ്ര മുശാവറ മെമ്പർ താമസിക്കുന്നത്. മന്ത്രിച്ച വെള്ളത്തിന് വേണ്ടി ആ വീട്ടിലേക്ക് വല്ലാതെ ആളുകൾ ഇങ്ങനെ പോകാറുണ്ട്. ആഴ്ചയിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എന്റെ നാട്ടിലൂടെയാണ് ആ ബസ് പോകാറ്. ഒരിക്കൽ ബസ്സിൽ വെള്ളവുമായിട്ടൊരു വയോവൃദ്ധൻ, ഏകദേശം ഒരു 75-80 വയസ്സുള്ള വയോവൃദ്ധനാണ്. എന്നെ കണ്ടപ്പോൾ ഒരു ഉസ്താദല്ലേ എന്ന് കരുതിയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഉസ്താദേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഭാര്യ കിടപ്പിലാണ്, പമ്പാസ് കെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പലപ്പോഴും കാട്ടിച്ചിട്ടുണ്ടാകും, മൂത്രമൊഴിച്ചിട്ടുണ്ടാകും, ഞാൻ പോയിട്ട് വേണം ആ കാട്ടവും മൂത്രവും വൃത്തിയാക്കാൻ. ആലോചിച്ചു നോക്കുക, പ്രായമുള്ള ഭാര്യമാര് കിടപ്പിലാവുക, മക്കളൊക്കെ 4 വഴിക്ക് ഗൾഫിലും മറ്റുമൊക്കെ ആയിട്ടായി പോവുക, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ലാതാവുക, ചിലപ്പോൾ ഭർത്താവ് ഖിദ്മത്ത് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ പരസ്പരം പൊറുക്കാനും മറക്കാനും ഖിദ്മത്ത് ചെയ്യാനും ഒക്കെ നമുക്ക് വേണ്ടത് ഉള്ളിലുള്ള ഈമാനാണ്. നിറഞ്ഞ ഈമാനാകുമ്പോൾ നാം കൂടെയുള്ള ഭാര്യയെ, ആ ഭാര്യയിലുണ്ടായ മക്കളെ അർഹമുർ-റഹീമീനായ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ ആരെ സ്നേഹിക്കുന്നതും അങ്ങനെയാകണം. അങ്ങനെയാകുമ്പോ ദേഷ്യം പിടിക്കൂല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ചില പെണ്ണുങ്ങൾക്ക് 45 വയസ്സാകുമ്പോ ഹൈദ് നിൽക്കും, ആർത്തവ വിരാമം, ഹൈദ് ഉണ്ടാവില്ല. ശരിക്കും മനസ്സിലാക്കോ?
പിന്നെ ഓള് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ പെടൂല. എല്ലാ പെണ്ണുങ്ങളല്ല, ചില ആർത്തവ വിരാമം ശരിക്കും കേട്ടോളെ, കേൾക്കണം, ഇതെല്ലാവരും കേൾക്കണം. ഇത് ആർത്തവ വിരാമമുള്ള ചില പെണ്ണുങ്ങൾ, എല്ലാ പെണ്ണുങ്ങളുമില്ല, ശാരീരിക ബന്ധത്തിന്റെ സമ്മതിക്കൂല. ഒരുതരം വെറുപ്പ് വരും. അത് ശാസ്ത്രത്തിലുണ്ട്, ഫിഖ്ഹിലുണ്ട്. പിന്നെ ഓള് ശാരീരികമായി ബന്ധപ്പെടാം. ആയിസത്ത് എന്ന് പറയും. ഐസല്ല കേട്ടോ, ഐസല്ല, ഐസായി പോവുക, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. ഐസായി പോവുക, ആഗ്രഹമില്ലാതായ കൊടുക്കുക. പിന്നെ ബന്ധപ്പെടാൻ പെടില്ല. ബന്ധപ്പെടാൻ വിടാതായാല് ഇവർക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. പിന്നെ ദേഷ്യായി എന്ന് മാത്രമല്ല, പിന്നെ അടിക്കാൻ തുടങ്ങി. അയാൾ വേറെ ഘട്ടം തുടങ്ങി, ഇയാൾ ഇപ്പോൾ വേറെ ഘട്ടം വരായി. അത് ഭയങ്കര കുഴപ്പമായി. ഇങ്ങോട്ട് ഇരിക്കണേ, ഇങ്ങോട്ട് തങ്ങളവറുകൾ വന്നു, ഇങ്ങോട്ട് ഇരിക്കും. എഴുതി നിൽക്കല്ലേ, ഞാൻ ഇരുന്നാലേ നിങ്ങൾ നിൽക്കാവൂ. കേൾക്കണേ, ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കലഹം തുടങ്ങി. ആ കലഹം എത്രത്തോളം ആകുന്നറിയോ? പിന്നെ മക്കള് പോലും രണ്ട് ഗ്രൂപ്പാവും. കുറെ ഉപ്പയുടെ യൂണിയൻ, കുറെ ഉമ്മാന്റെ യൂണിയൻ. അതിന്റെ പേരിൽ നാട്ടുകാരിൽ എന്താ പറയാ, ഓക്കെന്താ ഒന്ന് ഓമ്പരോടെ കടന്നൂടെ അല്ലെ? പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന ചില ഭർത്താക്കളുണ്ട്, ഓൾ എന്റെ കൂടെ കിടക്കുന്നില്ല, ഈ ഗുലാബ് ചിന്താബാദ് ഓൾ എന്റെ കൂടെ കിടക്കുന്നില്ല. ആലോചിക്കട്ടെ, നാണക്കടല്ലേ പറയവോ? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരികയാണ്. ആദ്യം പോവുക അല്ലെ, അല്ലെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കേൾക്കണേ, ഓളെന്റെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഒരുപാട് കാലം കിടന്നു, ആ ബന്ധത്തിൽ കുട്ടികളുണ്ടായി. ഇപ്പോഴും നിനക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആ ഭാര്യ, നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇനി നീ ഖൽബ് കൊണ്ട് അവളെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അല്ലേ? അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ് മിനൽ ഈമാൻ. പരസ്പരം ഓളെ ഇതുവരെ തന്നില്ലേ, ഇപ്പോഴുള്ള തരത്ത് സ്നേഹിച്ചിട്ട് ഓളെ കൂടെ ആകുക വേണ്ട. അപ്പൊ ഭാര്യക്കും നിന്നോട് സ്നേഹം കൂടും. നേരെ തിരിച്ചുകൊണ്ട് അത് കേട്ടോ, പച്ചയായിട്ട് പറയാതിരിക്കാൻ കഴിയും. നിങ്ങൾ എനിക്ക് വിജയം തന്നത്, ഈ വിജയം എന്താ പറയാനെടുക്കാൻ കഴിയില്ല. ഭർത്താക്കന്മാർക്ക് ലൈംഗിക വിരക്തി വരും. ശരിക്കുകൾക്ക് ഭാര്യക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. എന്തൊക്കെയാ സംഭവിക്കില്ല. ഇപ്പൊ 10-60 വയസ്സുള്ള പെണ്ണ് ഒളിച്ചോടുകയാണ് 21 വയസ്സുള്ളവന്റെ കൂടെ. സുബ്ഹാനല്ലാഹ്, ആന അണ്ണാന്റെ കൂടെ ഓടുക. ഇതിൽ സങ്കടം. നെട്ടും പോട്ടും തയഞ്ഞ് കമ്പനി പൂട്ടി ഇങ്ങോട്ടൊക്കെ ലാഭത്തിലോടുന്ന വണ്ടി അല്ലെ, ഓളെ ഓടുകയാണ്. ചെറിയ മോന്റെ വയസ്സുള്ളവന്റെ കൂടെ. ആഗ്രഹങ്ങൾ വല്ലാതെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ആഗ്രഹങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കുതറിയോടുന്ന കാലമാണ്. അങ്ങനെയല്ലേ തിന്നേ, പോതർച്ചയൊക്കെ 1.5 കിലോ 2 കിലോ 3 കിലോനൊക്കെ അടിച്ചു മാറില്ലേ? ആണുങ്ങൾക്കൊക്കെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് തിന്നൂല, പോരുന്ന പെണ്ണുങ്ങൾ അടിച്ചു മാറുകയാണ്. ഇതൊന്നും തീരണ്ടേ? ഇന്നലെ നാളെ പിന്നെയും വാങ്ങാൻ കഴിയൂ? സുബ്ഹാനല്ലാഹ്, ഭക്ഷണ തകരാറാണോ അല്ല ഈമാന്റെ കുറവാണോ? നാട്ടും പുറത്തുള്ള പെണ്ണ് പോലും വേലിക്കിട്ട് തകർക്കുന്നു. ആണുങ്ങളോട് അന്യപുരുഷന്മാരോടാണ് താല്പര്യം, സ്വന്തം ഭർത്താവോട് താല്പര്യം കുറഞ്ഞു വരുന്നു. കേൾക്കണേ, ഭർത്താവിന്റെ ആഗ്രഹമില്ല, ഭർത്താവിന് ഇപ്പോൾ ശാരീരിക ക്ഷമതയില്ല, നീയുമായി ബന്ധപ്പെടാനുള്ള ലൈംഗിക ശേഷിയില്ല. പെണ്ണേ, ഒരുപാട് കാലം നിന്റെ കൂടെ പൊറുപ്പിച്ചവളനല്ലേ, നീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലേ, അതിൽ നിനക്ക് കുട്ടികളുണ്ടായില്ലേ? ഇപ്പോൾ ശാരീരികമായ ലൈംഗിക ശേഷി അങ്ങ് കുറഞ്ഞു പോയതിന് നീ അങ്ങ് വെറുത്ത് കളയല്ലേ, അങ്ങ് ക്ഷമിച്ചു കളയുക. ദിവസങ്ങൾ മാസങ്ങൾ ലൈംഗികമായ നിന്റെ ആഗ്രഹത്തെ നീ അങ്ങ് മരവിപ്പിച്ചു നിർത്തിയാൽ പിന്നെ ഇല്ല അത് വല്ലാതെ കുതറിക്കളിക്കില്ല. അത് മാത്രം ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഇടയിലില്ലേ കല്യാണം കഴിയാത്ത ആൺമക്കളില്ലേ, പെൺമക്കളില്ലേ, സ്വയം ഭോഗവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ. എന്തുകൊണ്ടാ അത് സംഭവിക്കുന്നത്? മനസ്സിലുള്ള ചിന്ത അത് മാത്രമാവുക. അല്ലെ, സ്വർഗരതി ചെയ്യുന്ന ആളുകളില്ലേ, മനസ്സിലുള്ള ചിന്ത അത് മാത്രമാകുമ്പോഴാണ് ശരീരം കൂടിയിട്ട് ഹൃദയത്തെ സ്വീകരിക്കുന്നു. രണ്ടും വല്ലാതെ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നു. കേൾക്കണേ, ഭർത്താവിന് ശാരീരികമായിട്ട് ആഗ്രഹമില്ല. പെണ്ണേ, ഇനി നീ ലൈംഗികമായ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇൻഷാ അല്ലാഹ് ഒരാഖിറം വരാനില്ലേ, അവിടെ ഈ ഭർത്താവ് തന്നെ നിന്റെ കൂടെ ഉണ്ടാകൂലേ. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ബന്ധപ്പെടാം. ഇവിടെ കിട്ടാത്ത എല്ലാ സുഖങ്ങളും തിരിച്ചു കിട്ടുന്ന സ്വർഗം വരാനില്ലേ. മാത്രമല്ല, സ്വർഗത്തിന്റെ ഒരറ്റമില്ലല്ലോ, ഒരവസാനമില്ലല്ലോ, ഒരൊടുക്കമില്ലല്ലോ.
എല്ലാ സുഖവും നമുക്ക് അവിടെ വെച്ചാകാം. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന്റെ ലൈംഗിക ശേഷി കുറവിന്റെ പേരിൽ ക്ഷമിച്ചുകൊള്ളുക. അങ്ങനെ മരിക്കുന്നത് വരെ സ്നേഹിച്ചും തലോടിയും പരസ്പരം കാരുണ്യത്തോടെയും സഹാനുഭാവത്തോടെയും പെരുമാറുന്ന ഭാര്യ ഭർത്താക്കളായാൽ അവർക്ക് സ്വർഗം തന്നെ. പറഞ്ഞു വന്ന വിഷയം ഇതാണ്. മരിക്കുന്നത് വരെ നീ നിന്റെ ഭർത്താവിനെ അല്ലെ ഭർത്താവ് ഭാര്യയെ ചീറ്റിക്കുന്ന ഭക്ഷണം ഹലാലായതാകണം. തീർന്നില്ല, നിന്റെ ഭർത്താവ് നിന്റെ പെണ്ണിനെ നീ ധരിപ്പിക്കുന്ന വസ്ത്രം അല്ല, നീ വസ്ത്രം ധരിച്ചാൽ നിന്റെ ഭാര്യയെയും നീ വസ്ത്രം ധരിപ്പിക്കുക. ശരിക്കും കേൾക്കണേ, നമ്മള് നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ടാല് നമ്മുടെ ശരിക്കും ശ്രദ്ധിക്ക്, ഭാര്യയും നാം ധരിപ്പിക്കണം. നമ്മൾ വാങ്ങിയ ഓക്കും വാങ്ങണം, നമ്മൾ തിന്ന ഓളെ തീറ്റിക്കണം. ഇവിടെ ശരിക്കും മനസ്സിലാക്ക്. പിന്നെ ഈ തീറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അതേപോലെ ഡ്രസ്സ് അണിയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇന്നത്തെ ഇന്ന് ആദ്യമായി ഞാൻ പറഞ്ഞോട്ടെ, ഭർത്താവ് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സിൽ ഈ ബനിയൻ മെറ്റീരിയലിന്റെ പർദ്ദ അത് ലൂസാണ്, തടി മറയുന്നതാണ്, പെണ്ണുങ്ങളുടെ ഒരു ഭാഗവും പ്രത്യക്ഷത്തിൽ നിഴലിച്ചു നിൽക്കൂല എന്ന് വാങ്ങാം. കുഴപ്പമില്ല. ഇന്ന് ഈ വാങ്ങുന്ന ബനിയൻ മെറ്റീരിയലിന്റെ ബനിയനിന്റെ പർദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത സ്മൂത്തായ പർദ്ദയാണ്. പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ സ്മൂത്ത് പോലെ തന്നെയാണ് ഈ പർദ്ദയും. ഈ സാരി കൊടുക്കുന്ന ഹാഫ് കൈ ബ്ലൗസ് അണിയുന്ന പെണ്ണുങ്ങളുണ്ട് എന്തൊക്കെ കൂട്ടത്തില്. ആരും അവരെ മുഖത്തും നോക്കൂല, മാറി നോക്കൂല. കാരണം എന്താ, അതിപ്പോ അവരുടെ നമ്മൾ പ്രത്യക്ഷത്തിൽ ശ്രദ്ധിക്കുന്ന രണ്ട് ഭാഗം, ഒന്ന് അവരുടെ അരക്കെട്ടിന്റെ താഴ്ഭാഗം, രണ്ട് മാരടം, അത് രണ്ടും ശരിക്കും മറയുന്നുണ്ട്, ആരും അങ്ങോട്ട് നോക്കൂല. നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിലോ ഇത് മറക്കല്ലല്ലോ ചെയ്യുന്നത്, ഇത് മുഴപ്പിച്ച് നിർത്തുക ചെയ്യുന്നേ. മുഴുമുഴുപ്പ് മുഴുവൻ തടിയുടെ അരക്കെട്ടിന്റെ താഴ്ഭാഗവും മാരടവും അതിന്റെ മുഴുമുഴുപ്പില്ലേ അത് പുറത്തേക്ക് ഇങ്ങനെ തുറിച്ചു നിൽക്കുക, അത് നോക്കി പോവുക. ഇപ്പോഴത്തെ പറഞ്ഞിട്ട് ഞാൻ പറയലുണ്ട്, സെന്റ് ആഞ്ചലോസ് കോട്ടയിലെ പീരങ്കി പോലെ പുറത്തുള്ളത് ശരിക്കും മനസ്സിലാക്കി ഇങ്ങോട്ട്. സെന്റ് ആഞ്ചലോസ് കോട്ടയിലെ, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയിലെ പീരങ്കി വെച്ച പോലെ പെണ്ണുങ്ങളെ ഓരോ ഭാഗവും ഈ ഗുലാബ് സിന്ദാബാദ്, ഫാത്തുമ്മ സിന്ദാബാദ് നിഴലിച്ച് നിൽക്കാൻ നോക്കി ആസ്വദിച്ചു പോവുകയാണ്. എന്താ സംഭവിക്കുക? കേൾക്കണേ ഭർത്താക്കളെ, നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പുറത്തിറങ്ങുമ്പോൾ ധരിക്കുന്ന പർദ്ദ അത് ആണുങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത വിധത്തിൽ ശരീരം മറയുന്ന പർദ്ദയാകണം. കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അല്ലേ, അവരോട് അവരുടെ മുഖവസ്ത്രങ്ങളെ താഴ്ത്തിയിടാൻ പറയണേ. ഒട്ടാകെ മറച്ചാലും അതിന്റെ ഉള്ളിലുള്ള മുഴുമുഴുപ്പ് ആസ്വദിക്കുകയാണെങ്കിൽ പോയില്ലേ. അതുകൊണ്ട് പാടില്ല. പുറത്തുനിന്ന് നോക്കിയ നമ്മൾ ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഡ്രസ്സാകണം. അങ്ങനത്തെ എത്രയോ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയിട്ട് ധരിപ്പിക്കണേ. അതേപോലെ തന്നെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ധരിക്കുന്ന വസ്ത്രമായാലും, വീടിന് ചുറ്റുമതിലുകളില്ലാത്ത വീടായാലും ചുറ്റുമതിലുള്ള വീടായാലും, പലപ്പോഴായി പല ജാതി ആളുകൾ നമ്മുടെ വീട്ടിൽ വരാറില്ലേ. നമ്മുടെ പെണ്ണുങ്ങളുടെ തലമുടി പുറത്തല്ലേ, ചങ്ക് പുറത്തല്ലേ. ഭർത്താവിന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറ്റൂ അല്ലേ? അതേസമയത്ത് കണ്ട ആണുങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറ്റുമോ? സ്വന്തം ഭർത്താവിന്റെ ഉപ്പാന്റെ മുമ്പിൽ, ഉമ്മാന്റെ മുമ്പിൽ മുഖം കാണിക്കാം. സുബ്ഹാനല്ലാഹ്, ഇത് മുഖം മാത്രമാണോ? എല്ലാ അവയവത്തിന്റെ മാംസള ഭാഗവും ആ കണങ്കയ്യ് പുറത്തല്ലേ. മാക്സി ഇടുന്ന പെണ്ണുങ്ങൾ പലപ്പോഴും മാക്സി ഒന്ന് മേലോട്ട് വലിച്ചു കെട്ടാറില്ലേ. രണ്ടും കണങ്കാല് പുറത്തല്ലേ. കണങ്കാല് പുറത്താക്കിയിട്ട് മത്സ്യം വിൽപ്പന ചെയ്യുന്ന ആണുങ്ങളുടെ അടുക്കലേക്ക് പെണ്ണുങ്ങൾ പോകാറില്ലേ. ഗ്യാസിന്റെ കുറ്റിയുമായി വരുന്ന ഡ്രൈവറുടെ മുമ്പിലേക്ക് കണങ്കാല് പുറത്താക്കിയിട്ട് പെണ്ണ് പോകാറില്ലേ. ഭർത്താക്കന്മാരെല്ലാ സപ്പോർട്ടും ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് നൽകാറില്ലേ. നോക്കണേ പെണ്ണ് കെട്ടിയിട്ട് ആണുങ്ങൾ നരകത്തിൽ പോകേണ്ടി വരൽ ഇങ്ങനെയാണ്. ഭാര്യയെ കൊണ്ട് ശരിക്കും ഇസ്ലാമികമായ ഡ്രസ് അണിയിപ്പിച്ചില്ല. കല്യാണപ്പുരകളിലേക്ക് പോയിട്ട് സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങൾ എടുക്കുന്ന ആദ്യത്തെ പണി പർദ്ദയം കഴിക്കലല്ലേ. ഒരു റൂമിലേക്ക് എല്ലാ പർദ്ദയും വലിച്ചെറിഞ്ഞില്ലേ. കല്യാണപ്പുരയിലെത്തിയാൽ പിന്നെ ചുരിദാർ മാത്രമാണ്. എന്നിട്ടോ അതാ ക്യാമറമാൻ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ പിടിക്കുന്നു, കുട്ടികളുടെ മുല കൊടുക്കുന്ന ഉമ്മമാരുടെ ഫോട്ടോ. സുബ്ഹാനല്ലാഹ്,
അവരുടെ മാരടം പുറത്താ, അവരുടെ ശരീരത്തിന്റെ മാംസമുള്ള ഭാഗങ്ങൾ പുറത്താ. എന്തൊക്കെയാ കല്യാണ വീടുകളിൽ സംഭവിക്കുന്നത്? ഭർത്താക്കളെ ഇടയ്ക്കിടെ ഭാര്യമാരെ ഉപദേശിക്കണേ. നിന്റെ അശ്രദ്ധ കൊണ്ട് നിന്റെ ശരീരം അന്യ പുരുഷന്മാര് കണ്ടുപോകല്ലേ. ഇന്ന് മൊബൈലുള്ള കാലമാണ്. ഫ്ലാഷ് ഇല്ലാത്ത മൊബൈൽ ക്യാമറകൾ ഇന്ന് ധാരാളമാണ്. നിന്റെ ചിത്രമെങ്ങാനും ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ കയറിയിട്ടത് മോർഫ് ചെയ്യപ്പെട്ടാൽ, നഗ്നമായ ശരീരമായി നിന്റെ ശരീരം മാറിയാൽ, പടച്ചവന്റെ മുമ്പിൽ നിന്റെ അശ്രദ്ധ കൊണ്ട് നീ ആ മറുപടി പറയേണ്ടി വരിക. വേണ്ട, കല്യാണപ്പുരയിൽ പോയാൽ നീ നിന്നെ ശ്രദ്ധിക്കണേ. ഭർത്താക്കളെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ല പൊരുത്തപ്പെടുന്ന ഡ്രസ്സ് തന്നെ നമ്മുടെ ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കണേ. പോരാ വലാ തദ്രിബിൽ വജ്ഹ, ഏതെങ്കിലും സമയത്ത് ദേഷ്യം പിടിച്ചിട്ട് അടിക്കേണ്ട അവസ്ഥ വന്നാൽ പെണ്ണുങ്ങളെ മുഖത്ത് തല്ലല്ലേ. മുഖത്തന്നെ അടിക്കുന്ന എത്ര ആളില്ലേ? ഈ ചെവിയൊക്കെ വീങ്ങിയിട്ട് ആശുപത്രിയിൽ ENT ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നപ്പോ ഇപ്പുറത്തുനിന്ന് ഉസ്താദ് അയാളെ ചെവിക്കുന്ന സുഖമായിട്ട് വന്നിട്ട് അയാൾ ആശുപത്രിയിലുണ്ട്. അല്ല ഷാഫി, നീ എന്തിനാ വന്ന്? അത് ഒരൊറ്റ ചിരിയാണ്. മോന്റെ കൈ ഇങ്ങനെ വീങ്ങിയിട്ടുണ്ട്. സൈക്കിളിന്റെ മേലത് വീണ ചിരി, ഒരു വളിച്ച ചിരി. എന്താ ഇങ്ങനെ വന്ന? അത് ഭാര്യന്റെ ഈ ഭാഗത്ത് വീങ്ങിയിട്ട് വന്നതാണ്. അതെന്താ വീങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൂടി ചിരിച്ചു. അവന്റെ കൈ വീങ്ങിയിട്ടുണ്ട്. അത് ഓളെ തല്ലിയിട്ട് നോക്കണം. ഇവനിങ്ങനെ കണ്ട റാത്തീബിനും നേർച്ചക്കും മംഗളത്തിനൊക്കെ പോയിട്ട് 3-4 പ്ലേറ്റ് അടിച്ചിട്ട് ഒരാളതാ ഇരുന്നിട്ട് ഉറങ്ങുന്നു. ഈ കസേരക്ക് ഈ കൈവെക്കാനുള്ള ഹാൻഡ് ഇതുപോലും ഇല്ല. എന്നിട്ടും ഈ കസേര ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന ആളുകൾ കടത്തിയാല് അവന്റെ പാന്റ് അയച്ചോണ്ടോ അയാൾ, അവന്റെ ചട്ടി അയച്ചോണ്ടോ അയാൾ അറിയാൻ പഠിച്ചോനെ? ഇല്ല, അവർ കളിച്ചിട്ടില്ല. നമ്മൾ വലിയക്കാരന്റെ റോമിക്കായിട്ട് 150 പവൻ കട്ടു. ഞാൻ അവനോട് ചോദിച്ചു, എല്ലോടോ പള്ളിക്കര വാച്ച് എല്ലോടെ നീ ഉറങ്ങുന്ന റൂമിൽ കയറി കേട്ടോ? ആനക്ക് ഓർമ്മയില്ല സാറേ. ഞാൻ രാവിലെ മണപ്പിച്ചോ നിന്റെ മൂത്തേറ്റോ? അത് ഓർമ്മയില്ല. ഇതിങ്ങനെ എന്താ പറയാ, 12 10 4-5 ചപ്പാത്തിയും അതിന്റെ മുകളിൽ ഉച്ചക്കത്തെ ചോറും 3 പ്ലേറ്റും അടിച്ചാൽ പിന്നെ നിങ്ങളുടെ പിന്നെ ഉറങ്ങുകയും ചെയ്യും. അവന്റെ ശരീരത്തിൽ വെള്ളം പാർന്നവരെ അറിയില്ല. കേട്ടോ, ഈ ഭാര്യയുടെ മുഖത്ത് തല്ലല്ലേ എന്ന് പറയുമ്പോ ഇതിലൊക്കെ ശരിയാക്കി നമ്മൾ താഴോട്ട് കൊടുക്കായിരിക്കും അല്ലേന്ന് ഞാൻ പറഞ്ഞോട്ടെ മോനെ. ഇത് ഒരു സൂക്കേടാണ്. ഒരിക്കൽ തല്ലി തുടങ്ങിയാലില്ല പിന്നെ തീരൂല. എന്ത് വന്നാൽ ഇവിടെ തീരുമാനിക്കും. ഈ വാനിന്റെ മജ്‌ലിസിൽ വെച്ചിട്ട് ഒരുപാട് സയ്യിദന്മാരും ആനിമ്യങ്ങളുടെ മജ്‌ലിസല്ലേ. ഒരു മഹാന്റെ നിങ്ങളറിയോ, വിലായത്തിലേക്ക് പോലും ഭാര്യയെ ദ്രോഹിക്കുന്ന, അപ്പൊ ഈ ഹാജാന്റെ അടുക്കല് ഈ ഓളെയും കുട്ടികളെയും പോറ്റാൻ കഴിയാതെ പോയിട്ട് കൂടുന്ന കുറെ ആളുണ്ട് അജ്മീറില്. എല്ലാവരും കേട്ടോ, അവിടെ ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്, ഒരുപാട് ആരിഫ്യങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും ഉണ്ട്. 40 ചില്ലാന്ന് പറഞ്ഞ 40 റിയാദ പൂർത്തിയാക്കിയ ആൾക്കാർ അവിടെ ഇപ്പോഴും ഒരുപാട് വലിയ മഹാന്മാര് ഹയാത്തിലുണ്ട്. ഖാജാന്റെ അടുത്ത് അവിടെ ഈ ഓളയും കുട്ടികളെയും പോറ്റാൻ കഴിയാതെ മുങ്ങി നടക്കുന്ന ഭർത്താക്കളുണ്ട്. അവിടെ ഒന്ന് കൊല്ലത്ത് കെട്ടിയാണ് 12 കുട്ടികൾ, പിന്നെ ഒന്ന് കൊയിലാണ്ടി കെട്ടിയാണ് 22 കുട്ടികളുണ്ടാകാൻ വന്നമധികം കുട്ടികളാവൂലേ, തിരിഞ്ഞു പോകൂല. അങ്ങനെ പോയിട്ട് ഇപ്പൊ അജ്മീറിൽ കൂടുകയാണ്. വലിയ മസ്താനായിട്ട് താടിയും വെച്ചിട്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഒരു ആരിഫും തിരിഞ്ഞു പോകൂല. മൈരിഫത്തിലേക്ക് ഒരു മനുഷ്യന് എത്തണമെങ്കിൽ പോലും ഭാര്യയെ ദ്രോഹിക്കുക. തസവ്വുഫിന്റെ കിതാബുകളിൽ കാണുന്നിടത്ത് കാണുക, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഒരു കാരണമില്ലാതെ സ്വന്തം മക്കളെ തല്ലുന്നവരില്ല. ഷറയിലുള്ള തല്ലുണ്ട്, അതല്ലല്ല. ഒരാവശ്യമില്ലാണ്ട് രാവിലെ മുതൽ രാത്രി വരെ കുട്ടികളെ തല്ലുന്ന ഭർത്താക്കളുണ്ട്, പിതാക്കളുണ്ട്. കാണാൻ കഴിയും. റഹ്മത്ത് മനുഷ്യന്മാരെ കലബ് നിർത്താൻ നീക്കുക, കുട്ടികളെ തല്ല. ഇപ്പൊ മിനിഞ്ഞാന്നിപ്പോ ആ 14 വയസ്സുള്ള മോനെ ഒരമ്മ അല്ലെ കഴുത്തിന് മുണ്ട് മുറുക്കിയിട്ട് കൊന്നു, ശ്വാസം മുട്ടിച്ചിട്ട്. അമ്മയും ഉമ്മയൊക്കെ കണക്ക്, അങ്ങനത്തെ കുറെ ഉമ്മയുണ്ട്. എന്നിട്ടോ മുഖത്ത് എണ്ണ വാർന്ന് തീ കൊടുത്ത്. ആലോചിക്കട്ടെ നിങ്ങള്. അതേപോലെ തന്നെ ഈ സ്വന്തം മക്കളെ ഷറയിനെതിരാകുന്ന കാര്യം ഒന്നും കേട്ട് നിസ്കരിക്കാഞ്ഞാല് അല്ലെ ഉപദേശിച്ചിട്ടും നിസ്കരിക്കുന്നില്ല. ഇവന് ഉപദേശിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഓന്റെ ഉപദേശം എങ്ങനെയെന്നറിയോ? കുറെ ഓനെപ്പോഴത്തെ ഒരു SLC പഠിക്കുന്ന ഓനെപ്പോഴത്തെ കുട്ടികൾ പിന്നെ ബാറ്റ് കളിക്കുകയാണ് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. നീ നിൽക്കടാ, എപ്പം നോക്കിയാണ് നീ തന്നെ ആ കുട്ടികളുടെ പേര് കിട്ടാൻ വേണ്ടിട്ട് കുറെ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് നാണം കെടുത്തി മാനം കെടുത്തി ആ കുട്ടികളുടെ ഇടയിൽ 2 പൊട്ടിച്ചു. ഓൻ തീരെ കളിക്കൂല. നാളെ വരെ നമ്മൾ ആളെ കൊടുത്തുന്ന സൂപ്പിയാകലാണ്. ഓ നിൽക്കില്ലെങ്കിൽ സാരല്ലേ, നമ്മൾ വലിയ ആളാകണം. അതിന്റെ അപ്പുറമില്ല. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഓനൊക്കിരിക്കണം. അതിനെന്താ വേണ്ടത്? ഓൻ ആരും കാണാതെ റൂമിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഓനോട് ആദ്യം പറയാം, എടോ നിൽക്കുന്നു 10 വയസ്സ് കഴിഞ്ഞ് ഇനി എന്റെ പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ തല്ലല. അത് നാളെ മുതൽ വാങ്ങിക്കിട്ടേണ്ടി വരും. ഇപ്പൊ എന്റെ ഉമ്മ പോലും കാണാതെ ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് നിന്നെ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിന് ഓനിക്ക് തോന്നും ഉപ്പാക്കനോട് സ്നേഹമുണ്ടല്ലേ, ആരും കാണാതെ ഇങ്ങനെ പറഞ്ഞേ നിസ്കരിച്ചാളയാ ഓന്നക്കരിച്ചോളും. പിന്നെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നേരെ തിരിച്ചാണ് പറഞ്ഞു വരുന്നത്. ഷറയിൽ അടിക്കാൻ പറ്റുന്നത് അടിക്കാന്നല്ലാണ്ട് ഒരാവശ്യമില്ല. ചെറിയ ഈ 3 വയസ്സിന്റെ കുട്ടി എവിടെയെങ്കിലും മൂത്രയിച്ചാൽ അതിന് കൊടുത്തു 2 അടി.
അവിടുന്ന് അങ്ങോട്ട് അടി ഇടി നുള്ളു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കുട്ടികളെന്ന് വെച്ചിട്ട് അടിമയല്ലല്ലോ കുട്ടി, ആണോ? ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. കരുണ കാണിക്കുന്നവരോടാണ് അല്ലാഹു തആല കരുണ കാണിക്കുക. അള്ളാന്റെ അടിമകളിൽ നിന്ന് അല്ലാഹു കരുണ കാണിക്കുക. സ്വന്തം മറ്റുള്ളവരോട് അത് പ്രത്യേകിച്ച് കരുണ റഹ്മത്ത് ചെയ്യാന്ന് പറഞ്ഞിടത്ത് ലൈസ മിന്നാ വല്ലം യർഹം സുഗൈറനാ. നമ്മിലെ ചെറിയ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവർ നമ്മിലെ പെട്ടവരല്ല. ചെറിയ കുട്ടി, ഇത് സ്വന്തം മക്കളോട് മാത്രമല്ല, എല്ലാ മക്കളോടും. സ്വന്തം മക്കളോടാകുമ്പോഴോ വല്ലാത്ത നമുക്കറിയാലോ. ഫാത്തിമ ബീവി കയറി വരുമ്പോ റസൂലുള്ളാഹി, ഫാത്തിമ ബീവിയെ കാണുമ്പോൾ റസൂലുള്ളാഹി നിൽക്കണോ മോളെ കാണുമ്പോ ഫലമ്മഹാ ഫഖബ്ബലഹാ. ഫാത്തിമയെ അണച്ചുകൂട്ടി പിടിക്കും, നെറ്റിത്തടത്തിൽ ചുംബനം ചെയ്യും. അങ്ങനെ ഇപ്പൊ അറബികള് കയറി വരുമ്പോ മക്കൾ കയറി വരുമ്പോ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ഹയ്യക്കല്ലാ, ഇവിടെയും ചുംബനം ഇവിടെയും ചുംബനം. നമ്മളെ കുട്ടികൾ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഓനിപ്പോ എന്തോ പുതിയ സംഘടന ചേർന്നോ? അങ്ങനെ ഓനെ നോക്കി സലാം ചൊല്ലി കൊടുക്കുന്നിപ്പോ ഓന്റെ പുതിയ സംഘടന ചേർന്ന്. നിങ്ങൾ ഒരു ഭർത്താവ് ഒരു ഉപ്പ ഗൾഫിൽ നിന്ന് സാധാരണ പോകുമ്പോൾ മീശയും തടിയിലും പഠിച്ചിട്ട് ഓക്കെ 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 എന്നിട്ട് പറഞ്ഞിട്ടാ പോക്ക്. വന്ന് കയറുമ്പോ എല്ലാവരോടും അസ്സലാമു അലൈക്കും പറഞ്ഞു. ഭയങ്കരം സലാം ചൊല്ലിന്ന് മാത്രമല്ല 3 കുട്ടികൾ അങ്ങോട്ട് പിടിച്ച് മുത്തി. സ്വന്തം ഭാര്യയെ ആ കുട്ടികളെ കൂടെ തന്നെ പിടിച്ചിട്ട് നെറ്റിയിൽ മുത്തി. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സ്വന്തം ഭാര്യയെ ഓളോടല്ല ഇങ്ങനെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ഭയങ്കരം. ഇപ്പൊ കുറച്ച് മാഷാ അല്ലാഹ് കൂടിയിട്ടുണ്ട്. എവിടുന്ന ഇത് ഇറങ്ങി? കല്യാണം കഴിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ മാഷാ അല്ലാഹ്, ഭക്ഷണം കഴിച്ച് കയറി മാഷാ അല്ലാഹ്, കൈ പിടിച്ചാലും മാഷാ അല്ലാഹ്, ജിമാഅ് ചെയ്യുമ്പോഴും മാഷാ അല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം. അല്ലാണ്ട് അപ്പൊ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അല്ലാഹു അക്ബർ വല്ലാതെ പിന്നെ വല്ലാതെ കൂടിയ കുട്ടികൾ ചെറുപ്പക്കാരായ ഉസ്താദന്മാരുണ്ട്. നോക്കണം. പിന്നെ വല്ലാതെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് കൂടിയപ്പോ പിന്നെ ഉപ്പാക്കും ഈ ഉമ്മാക്കും കുട്ടിക്കും ഭയങ്കര ബേജാറായി. ഉപ്പാക്ക് വരുമ്പോ എന്തോ റുഹാനിയായിട്ട് കൂടിയോ. സാധാരണ സലാം ചൊല്ലലോ അല്ലെങ്കിൽ ഇങ്ങനെ ബിസ്മി ഭക്ഷണമൊക്കെ ഇരുന്നാലും ബിസ്മി ഭയങ്കര ചൊല്ലല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഭക്ഷണം തന്നില്ലേ, ഭയങ്കര ബിസ്മി ഒക്കെ കൂടി രാവിലെ വന്ന് ഗൾഫിൽ നിന്ന് വന്ന ഉപ്പ ഉച്ചയായി വൈകുന്നേരമ്പോഴത്തേക്ക് അള്ളയും റസൂലും ആഖിറും വല്ലാതെ ആയി. പിന്നെ അത്ര ഇങ്ങനെ പറ്റാൻ തുടങ്ങി. മോൻ നേരെ പള്ളി പോയി സ്ഥലം കാണാൻ വേണ്ടിട്ട്. ഉമ്മ പറഞ്ഞതാണ്. എന്നിട്ട് ഈ മോനെ കരച്ചിലും ഒരു 18-20 വയസ്സുള്ള മോനാണ്. ഉപ്പ ഭയങ്കരമായിട്ട് അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ ഉസ്താദ് ചോദിച്ചു അന്ന് അങ്ങനെ പറയുന്ന കുഴപ്പം. അപ്പൊ എല്ലാം അത് ഉമ്മ പറഞ്ഞു ഉങ്ങളൊന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. ഉസ്താദ് അസർ നിസ്കരിച്ചിട്ട് എല്ലാം എടുത്ത് പള്ളിയിൽ വരെ പോയി. ആ കയറുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ അതിന്റെ ഉള്ളിൽ അസർ നിസ്കരിച്ചിട്ട് മുമ്പിൽ ഈ ഔറാദ് അദ്കാറിൽ നബവി ഇമാമിന്റെ അദ്കാറിന്റെ ഗൾഫിൽ നിന്ന് അച്ചടിച്ച് വരുന്ന ദിക്റിന്റെ പുസ്തകം അതിർത്ത് ഇങ്ങനെ ചൊല്ലിയാണ്. ചെറിയ താണ്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ നിസ്കരിക്കലുണ്ട്, പക്ഷെ താണ്ടി വെച്ചിട്ട് പഠിച്ചിട്ടാണ്. വലിയ അസ്സലാമു അലൈക്കും എന്ന് പറയില്ല, ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇല്ല. ഒരു ഓക്കെ ഓക്കെ ഡബിൾ ഓക്കെ അടിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ ദിക്റ് ചൊല്ലി ഇരിക്കുന്ന അതല്ലോ ഒരേ ദിക്റ് ഉസ്താദ് നിങ്ങളൊന്ന് മന്ത്രിച്ചാട്ടെ. മന്ത്രിക്കാൻ നോക്കുമ്പോ സംഭവം അറിയോ? ഇവര് ഗൾഫിലുള്ള ഏതോ റൂമിലൊക്കെ ഇരുന്നിട്ട് കുറെ ക്ലാസ്സിൽ പങ്കെടുത്തു. അതിൽ ദിക്ർ ചൊല്ലാനും ദിക്റിന്റെ മഹത്വമൊക്കെ കേട്ടിട്ട് വരുമ്പോ ദിക്റുമായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഭാര്യക്ക് സങ്കടമായി. ഈ ഇവൾക്ക് ആഗ്രഹം എന്താ പറയുക? ദിക്റൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഇങ്ങനെ എന്താ പറയണ്ടത് ദുനിയാവിന്റെ വർത്താനം സിനിമയുടെ കഥയൊക്കെ പറയുന്ന കാവ്യ മാധവന്റെയും ദിവ്യ ഉണ്ണിയുടെയും നവ്യ നായരുടെയും മനീഷ കൊയ്രാളയുടെയും ഒക്കെ കത്രീന കൈഫിന്റെയും അല്ലെ ഐശ്വര്യ റായിയുടെയും ഒക്കെ കഥ പറയുന്ന ഒരു ഭർത്താവിനെ ഒക്കെ ഇഷ്ടം. ഈ ദിക്ർ നോക്ക് പിടിക്കുന്നില്ല. അപ്പത്തല്ലോ കരച്ചിൽ വരികയാണ്. അങ്ങനെയാകരുത്, തിരിച്ചുമാകരുത്, അങ്ങോട്ടും ആകരുത്. മക്കളെ നോക്കണം. ഇസ്ലാമികമായ മൂല്യങ്ങൾ വളരെ ശാന്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത മക്കളാണോ? ഇല്ല മക്കളാരും മോശമാകില്ല. ജനങ്ങളുടെ ഇടയിലിട്ടിട്ട് ആ മക്കളെ വേദനിപ്പിച്ചാൽ എന്ന് പറഞ്ഞ വല്ലാത്ത സംഗതിയല്ലേ? അഭിമാനത്തിന് ക്ഷതം വരുത്തിയാൽ ആ മക്കള് പിന്നെ നന്നാകില്ല. ഇന്ന് കഞ്ചാവടിക്കുന്ന, കള്ളു കുടിക്കുന്ന, കക്കുന്ന മക്കളുണ്ട്, കുണ്ടകളായ മക്കളുണ്ട് അല്ലെ. 30, 35, 40 വയസ്സുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലും കാഞ്ഞങ്ങാട് സബ് ജയിലിലും കിടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെ ദഅവത്ത് ചെയ്യാനും നന്നാക്കി എടുക്കാനും അവരെ അടുക്കൽ പോയാൽ അവര് പറയാറുണ്ട്, ഞങ്ങൾ വാശി പിടിച്ചിട്ട് മോശമാകാൻ കാരണം ഉപ്പയുടെ തല്ലാണ്. ജനങ്ങളുടെ ഇടയിൽ വെച്ച് നടു റോട്ടിലിട്ടിട്ട് എന്നെ പൊതിരത്തല്ലി. ആ തല്ല് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇനി നന്നാകണ്ട, ഇനി കുറച്ചുകൂടി മോശമാകാം. അതുവരെ ഞാൻ 1-2 കളവേ നടത്തിയിരുന്നുള്ളൂ, അല്ലാതെ ഞാൻ ബാങ്ക് കവർച്ച ചെയ്യാനോ സ്വർണ്ണക്കട തകർക്കാനോ പോയിരുന്നില്ല. പാപ്പാന്റെ തല്ല് കിട്ടിയപ്പോഴാണ് ബാങ്ക് തകർക്കാനുള്ള ആശയമുണ്ടായത്. ഇനി നന്നാകാൻ ഞാനില്ല
ഇനി നന്നാകണമെന്ന താല്പര്യം എന്റെ കൽബിലില്ല. പറഞ്ഞ് 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 സ്വർഗത്തിന്റെ മഹത്വം പറഞ്ഞ് നരകത്തിന്റെ ഭീകരത പറഞ്ഞിട്ട് അവനെ കരയിപ്പിച്ചിട്ട് അവൻ പറഞ്ഞു, ഇതൊന്നും എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ബാപ്പ പറഞ്ഞു തന്നില്ല. സുബ്ഹി നിസ്കരിക്കാതെ ഉറങ്ങിയപ്പോ തലയിലൂടെ വെള്ളം പാരുകയാണ് എന്റെ ഉമ്മ ചെയ്തത്. നോക്കണേ 10 വയസ്സ് വരെ അടിക്കാൻ പറഞ്ഞില്ല. നമ്മൾ 7 വയസ്സിൽ തന്നെ അടിക്കാൻ തുടങ്ങും. കൊടുക്കട്ടെ, രാജാവിനെക്കാളും വലിയ രാജഭക്തി. 10 വയസ്സ് വരെ തല്ലില്ല. നോ 8 വയസ്സിലൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്. നിൽക്കി കഴിഞ്ഞാല് റസൂലുള്ള പറഞ്ഞ പോലെ കേട്ടാ പോരെ. അതിന് മുമ്പ് നമ്മൾ റസൂലുള്ളാഹിനെക്കാളും വലിയ റസൂലാവും. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഈ നമ്മുടെ ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളിലുള്ള റഹ്മത്ത് ചെയ്യേണ്ട കോലത്തിൽ ചെയ്യണ്ടേ, അത് ചെയ്യേണ്ട കോലത്തിൽ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വഷളാവും. ഇപ്പോ സ്വന്തം മക്കളെ ഈ രീതിയിൽ സുബഹിക്കൊക്കെ എഴുന്നേറ്റ് കൊണ്ടുവരെ ഏത് കുട്ടിയെന്നറിയോ? 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിയുടെ കൽബിൽ സുബഹിയെ കുറിച്ചൊരു വെറുപ്പ് കൽപ്പിക്കാറി. 15 വയസ്സായപ്പോൾ ആ കുട്ടി പിന്നെ നോക്കണം, സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാതാകുന്നു ആ കുട്ടി. അതാ പറഞ്ഞേ, അങ്ങനെയാകരുത്. അതിനാദ്യം നമ്മൾ വേണ്ടത് ഇൽഫത്തുള്ള റഹ്മത്തുള്ള റഹ്ഫത്തുള്ളൊരു കൽബ് സൂക്ഷിക്കണം. അത് ഭർത്താവിന്റെ ഭാര്യയോടുണ്ടാകണം, ഭാര്യയ്ക്ക് ഭർത്താവോടുണ്ടാകണം. ആ രണ്ടുപേരും പരസ്പരം വലിയ റഹ്മത്തും റഹ്ഫത്തും ഉള്ളവരായി കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് സഹജീവികളായ മക്കളിലേക്കും ആ ഉമ്മയിൽ നിന്നാ ബാപ്പയിൽ നിന്നാ റഹ്മത്തൊഴുകും, റഹ്ഫത്തൊഴുകും. പുരയിലുള്ള എല്ലാവരും പരസ്പരം കരുണയുള്ളവരായി മാറും. അവരാരും പിന്നെ മോശമാകൂല. അതാ പറഞ്ഞു വരുന്നത്, നല്ല ഭർത്താവാകാൻ എന്റെ ഭർത്താക്കളെ മരിക്കോളം ഒരു നല്ല ഭർത്താവാകാൻ നാം ശ്രദ്ധിക്കണം. തീർന്നില്ല, ഒരു നല്ല ഭാര്യ ആരാ? പെണ്ണേ, ഒരു നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ആരാണ്? ഖൈറു നിസായിക്കും മൻ ഇദാ നദറ ഇലൈഹാ സൗജുഹാ സർറതുഹു. നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ സർറതുഹു, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ, അവളാണ് നല്ല ഭാര്യ എന്ന് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല ഈ വാദക്കുന്ന എല്ലാ പെണ്ണുങ്ങളും നല്ല പെണ്ണുങ്ങളാകണം. നല്ല പെണ്ണെന്ന് പറഞ്ഞാല് പിന്നെ ഈ ഷാമ്പു ഒക്കെ തലയിലിട്ട് മുടിയിലിട്ട് മുഖത്ത് തേക്കുന്ന എന്താ പറയണ്ട ക്രീം മുഖത്ത് തേച്ച് പുരികങ്ങളൊക്കെ ത്രെഡ് ചെയ്ത് ഏറ്റവും നല്ല ഡ്രസ് അണിഞ്ഞിട്ട് നടക്കുന്ന പെണ്ണൊന്നുമല്ല നല്ല പെണ്ണ്. പിന്നെ ആരാ നല്ല പെണ്ണ്? ഏത് സാഹചര്യത്തിലും ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ സന്തോഷിപ്പിക്കുന്നവൾ. ഇത് ക്രൈസിസിന്റെ കാലമാണ്, ഇത് ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ കാലമാണ്, സാമ്പത്തിക മാന്ദ്യത്തിന്റെ കരാളമായ കാലമാണ്. ഇനി ഒരു 5 കൊല്ലം കഴിയുമോ എന്നറിയില്ല. ദാരിദ്ര്യം നമ്മുടെ പടികടന്ന് വീട്ടിലെത്താൻ ചാൻസ് ഉണ്ട്. സൗദി അറേബ്യയിൽ പോലും ദാരിദ്ര്യം വരികയാണ്. സുബ്ഹാനല്ലാഹ്, അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലാണ്. അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാൻ പോലുള്ള, ചൈന പോലുള്ള, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ്. കേൾക്കണേ, വരികില് ദാരിദ്ര്യം വന്നാൽ തിന്നാനില്ല, കുടിക്കാനില്ല, വല്ലാത്ത സങ്കടത്തിലാണ്. ആ സമയത്തും ഭർത്താവിന്റെ മനസ്സില് സങ്കടമാകുന്ന വർത്തമാനമോ സമീപനമോ ഭാര്യമാരിൽ നിന്നുണ്ടാകല്ലേ. ഏത് സമയത്തും ആണുങ്ങൾ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കിയാല് സന്തോഷിപ്പിക്കണം. നേരെ തിരിച്ചിട്ടും അങ്ങനെയാണ്. ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാല് ഈ ബലൂണ് വീർപ്പിച്ച പോലെ നല്ല റാഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ വേണ്ടി വെറും ഈ സംയോഗം ഒന്ന് മാത്രം ചിന്തിക്കല്ലേ. അതിന് വേണ്ടിട്ടല്ല ഈ വേദന ചില വിചാരം അതിന്റെ വെറും മറ്റത് മാത്രം അത് ബാക്കി വെക്കണോ? ഇത് കിടക്ക്. എപ്പോഴും ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാലും സന്തോഷിപ്പിക്കണം. അത് കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഉള്ളിൽ ഈമാൻ കയറണം. കേരളത്തിൽ കുറെ നേതാക്കന്മാരുടെ ആരെ പേര് ഞാൻ പറയുന്നില്ല, പല ഗ്രൂപ്പുകാരും നേതാക്കാനുണ്ടാവും. മുൻകഴിഞ്ഞ കുറെ ആൾക്കാരെ മുഖം ഇങ്ങനെ ഓർമ്മിച്ച് നോക്കിയ മുൻകഴിഞ്ഞ ഒരുപാട് ആൾക്കാരെ ഫോട്ടോ അറിയും, ഒരുപാട് ആൾക്കാരുടെ പിന്നെ എന്താ പറയണ്ടേ ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ചിരിച്ചുകൊണ്ടുള്ള മുഖം കാണില്ല എപ്പോഴും. പോട്ടെ, ഈ പിന്നെ ഗാന്ധി നഗറിൽ മരിച്ചുപോയ ഒരു 35 വയസ്സുള്ള ആൾക്കാർ ഒരു കുറെ കൊല്ലം മുമ്പ് മരിച്ചുപോയ കുറെ ആൾക്കാരെ മുഖം ഇങ്ങനെ ഓർമ്മിച്ച് നോക്കിയ അവർക്കും കുട്ടികളുണ്ട്, ഓലുണ്ട്, ടെൻഷൻ ഉണ്ട്, എന്നാലും ആ മുഖത്ത് എപ്പോഴും ചെറിയൊരു പുഞ്ചിരി. പാൽ നിലാവ്, 14-ാം നിലാവിന്റെ പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം പോലത്തെ കറുത്ത മുഖത്തും. ഇപ്പോ സജപ്പു ഉസ്താദിനെ കണ്ടവരുണ്ടാവില്ലേ കൂടുതൽ? കറുത്ത മുഖാണ്, എന്തൊരു വെളിച്ചാണ്. എപ്പോഴും രോഗമാണ്, പക്ഷാഘാതം വന്ന് കിടന്ന ആളാണ്. അല്ലാഹുവേ, അവിടുത്തെ ദർജയെ ഉയർത്തി കൊടുക്കണേ പടച്ചോനെ. എന്തൊരു വെളിച്ചാണ് അത്. അങ്ങനത്തെ ഒരു മുഖം ഉണ്ടായാലില്ലേ, പെണ്ണുങ്ങൾക്ക് ഉണ്ടായാല് വല്ല. ഇപ്പൊ ഈ ആൺകുട്ടികൾ തെരഞ്ഞെടുക്കുന്നത് സ്ലിം ബോഡി, മെലിഞ്ഞിട്ട് കൊട്ടയുണ്ടാകാവൂ, എല്ല്. ഇതിനാണ് നമ്മൾ സാധനം അല്ലാഹു വരാം സ്ലിം ആകുക.
ഇപ്പൊ ഈ കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ പരമാവധി തിന്നാണ്ട് കുടിക്കാണ്ട് കൂടുകയാണ് സ്ലിമ്മാകാൻ വേണ്ടി. സ്ലിം എന്ന് പറഞ്ഞാൽ ഇത് ഈ നാട്ടക്കല്ല് പോലത്തെ ആകാൻ വേണ്ടി. എന്തിനാ അതിനെ പറ്റിയ പിന്നെ സുബ്ഹാനല്ലാ, അത് അവിടെ മുട്ടിയാലില്ലേ ഭർത്താക്കന്മാര് തൈലവും തേച്ച് നടക്കേണ്ടി വരും ഉളുക്കിയിട്ട്. ഓൻ സ്ലിമ്മും അല്ല, ഓനാണെങ്കിൽ മഞ്ഞ പോലെ ഉണ്ട്, ഓള് സ്ലിമ്മും. കേൾക്കണേ, ഭംഗി കുറെ ഭംഗി ഉണ്ടാകലല്ല, പിന്നെ അതേ പറഞ്ഞേ ഒരു പ്രസന്നമായ മുഖമുള്ള ഒരു പോളാകുക. വേറെ കഴിഞ്ഞിട്ട് പുല പോയി അടിയാവോ? പുല പോയിട്ട് അതിനെ കുറിച്ചാ പറഞ്ഞേ, അല്ല ഇങ്ങനെ കുറിച്ചാ പറഞ്ഞേ. സ്ലിമ്മ നമ്മളെ എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി സൂക്ഷിക്കുക. നിങ്ങൾ നമ്മളെപ്പോലെ ദാരിദ്ര്യമുള്ള എത്രയോ ആൾക്കാർ നമ്മളെക്കാളും ദാരിദ്ര്യമുള്ളവരില്ലേ? നിങ്ങളറിയോ, രോഗപീഠയുടെ പാരമ്യതയിലും പുറത്തു നോക്കിയിട്ട് ചിരിച്ച മഹാന്മാരില്ലേ? രണ്ട് കല്ല് പൊള്ളയിൽ വെച്ച് കെട്ടി വിശപ്പ് സഹിക്കുമ്പോഴും സൂര്യൻ ഇങ്ങനെ ചുറ്റും പോലെ തോന്നുന്ന മുഖമുള്ള മഹാനല്ലേ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലെ, അതാണ് എപ്പോഴും പെണ്ണുങ്ങളെ മുഖത്ത്, ആണുങ്ങളെ മുഖത്ത് പോകണം ഒരു പുഞ്ചിരി ഉണ്ടാകുക. അത് ആണുങ്ങൾ കാണുമ്പോൾ തന്നെ ഓന്റെ പള്ള നിറഞ്ഞു പോവുക. പല ആണുങ്ങൾക്കും അറ്റാക്ക് വരുന്ന എങ്ങനെയെന്നറിയോ? എങ്ങനെ പറഞ്ഞുതരാം. പിന്നെ ഒരേ പോയിട്ട് ഒരു സങ്കടം പറഞ്ഞു, ഇതാ ഐഷ ഇന്നലെ ഒരു കച്ചവടത്തിന് ഇറങ്ങിയിട്ട് തോറ്റുപോയി, കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല 25,000 നഷ്ടമായി. അപ്പോ നിങ്ങൾ എവിടെ പോകാനും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ കെട്ടിയത് മുതലേ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പൊരുത്തക്കേട്, അത് പാമ്പിന്റെ പൊരുത്തക്കേടാണോ അല്ല തേളിന്റെ, ഇങ്ങനെ പറയാ. ഇനി ഏതെങ്കിലും മനുഷ്യൻ ഇതെല്ലാം കൂടി കേട്ടത് എനിക്ക് ആകെല്ലാം കൂടി വിചാരിക്കും, പക്ഷേ ഞാൻ പൊരുത്തക്കേട് തട്ടിയോ, ഉപ്പാന്റെ പൊരുത്തക്കേട തൈപ്പോയോ, പഠിച്ചാലും ഉമ്മാന്റെ പൊരുത്തക്കേട തൈപ്പോയോ, അതിൽ അറ്റാക്കായി. തമാശ പറഞ്ഞില്ല. ആദ്യത്തെ അറ്റാക്ക് വന്നത് ഇവളെന്തോ പറഞ്ഞിട്ട് മൂപ്പിച്ചു. ടോർച്ചിന്റെ പഴയ കാലത്ത് ബാറ്ററി എന്ന ടോർച്ചിന്റെ മൂട് തിരിക്കുമ്പോൾ തിരിച്ചുകൊള്ളു. അതിലൊക്കെ ടെൻഷനായി. നോക്കണം, ഇങ്ങനെ പറയുന്നത് പിന്നെ പറയും മഞ്ഞ് ഒപ്പി ചളിയുടെ കാലാണ്. അതിലൊക്കെ വന്നപ്പോ നല്ല തണുപ്പുണ്ടായിരുന്നു, തലയിൽ പിന്നെ ഈ മഞ്ഞ് വീണു, ചളി വീണു, ഭയങ്കര ജലദോഷം പിടിച്ചു, കോൾഡ് പിടിച്ചു. പുറേ പോയിട്ട് മുഖനിങ്ങനെ ചീറ്റിരുന്ന് പോകുന്നില്ല, സോഡ പൊട്ടിക്കുമ്പോൾ കുറെ പൊട്ടിച്ചു. ഇപ്പൊ പിന്നെന്ന് ആ കുഞ്ഞിയുടെ മോനെ ഇങ്ങനെ ആയിട്ട് ആശുപത്രി കൊണ്ടുവരാൻ നിമോണിയായി. കുട്ടികളാകുമ്പോൾ ബാക്കിയാവും. വലിയാക്കല്ല ഇത് മൂത്തിട്ട് ടൈഫോയിഡായി, നിമോണിയായി, അതെല്ലാം പിടിച്ച് മരിച്ചു പോകൂലേ? നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ എന്താ ശരിയാ? അള്ളാന്റെ പഠിച്ചോനെ, ഞാൻ മരിച്ചു പോവോ? നോക്കണം, 100 ചില പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കൂട്ടത്തില് ഒരാൾക്കൊരു മഴ കണ്ടു, ഇവിടെ ഒരു മഴ കണ്ടു, ഇപ്പുറത്തെ മഴയുണ്ട്, ക്യാൻസർ ആയി പോകും, വേഗം കൊണ്ട് എടുത്തു പറഞ്ഞു. മറ്റെനിക്ക് ആകെ ബേജാറായി, ക്യാൻസർ ആവുമോ? രോഗിക്ക് കൊടുക്കേണ്ടത് റജ ആണ്, പോസിറ്റീവ് എനർജി. എന്താണ് പ്രതീക്ഷ കൊടുക്കണം. മഴയാടോ സാരല്ല, ആനടലും മുഴ വരുത്തുന്നുണ്ട്, അത് എടുത്തുകളെ. നമ്മൾ നേരെ തിരിച്ച പറയാ, ദയവചെയ്ത് പുരയിൽ ഉണ്ടാകരുത്. ഭർത്താവ് ഏത് സാഹചര്യത്തിൽ ഭാര്യയുടെ മുഖത്ത് നോക്കിയാലും ഇതിനൊന്നും ചെലവില്ല. ചിരിപ്പിക്കാൻ കഴിയണം, അവൾക്ക് സന്തോഷിപ്പിക്കാൻ. അതിന് അങ്ങനത്തെ പെണ്ണിനെ തന്നെ കെട്ടാത്ത ഒരു കെട്ടണം. കെട്ടി ഓൾക്ക് ദീന് കൊടുത്തിട്ട് ഇപ്പൊ റിഫായി ഷേഖിന്റെ മാസാകുമ്പോ റിഫായി റാത്തിബോളോട് ചൊല്ലാൻ പറയാ. ഖാജാന്റെ മാസാകുമ്പോ ഖാജ ചൊല്ലിയ ദിക്റുകൾ ചൊല്ലാൻ പറയാ. ഖാജ ചൊല്ലിയ ദിക്റ് ചൊല്ലാൻ പറയാ. അത് അറിയില്ലെങ്കിൽ ഉസ്താദന്മാരോട് ചോദിക്കുക. ഖാജാന്റെ പേരിൽ ഫാത്തിഹ ഓതാൻ പറയാ. റജബ് മാസമാണ് ഖാജാന്റെ മാസം. ഹൗസുൽ ആലമിന്റെ റബീഉൽ ആഖിർ ആകുമ്പോ റാത്തിബ് ചൊല്ലാൻ പറയാ. അല്ലെ, എല്ലാ ദിവസവും കുറെ സ്വലാത്ത് ചൊല്ലാൻ പറയാ. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് കുറെ സ്വലാത്ത് ചൊല്ലാൻ പറയാ. അങ്ങനെ അവിടെ മനസ്സിനെ മാർദ്ദവമാക്കി എടുക്കുക. അങ്ങനെ നല്ല ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന. നിങ്ങൾ അറിയോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഏതാ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ഭർത്താവ് കിടന്നു, ക്യാൻസർ വന്നിട്ട് 12 കൊല്ലം. എത്ര വയസ്സ് ഓൾക്ക്? 30 വയസ്സ്. ഓളെ കൂടെയുള്ള 2 പെണ്ണ് ആ സമയത്ത് ഗൾഫിൽ നിൽക്കുകയാണ് ഭർത്താവിന്റെ കൂടെ. ഇവളും ഗൾഫിലായിരുന്നു നേരത്തെ ഭർത്താവിന്റെ കൂടെ. സുബ്ഹാനല്ലാഹ്, അരക്കെട്ടിന്റെ താഴോട്ടാണ് ക്യാൻസർ. പള്ള ഇങ്ങനെ വീർത്ത് വന്നിരിക്കുന്നു. ഞാൻ പോയി കണ്ട കേസാ. ആശുപത്രി വീട്. ഇവളാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് ട്രെയിനിങ് കഴിഞ്ഞതാണ്. TTCയോ BEdോ കഴിഞ്ഞതാണ്. ടീച്ചറാകാൻ ചോദിച്ചപ്പോൾ ഭർത്താവ് സമ്മതിച്ചില്ല. ഈ ഭർത്താവിന്റെ സങ്കടവും പ്രയാസങ്ങളും അനുഭവിച്ചു തീർക്കലായി ഇവളെ പണി. നോക്കണം, കഞ്ചുല്ലർച്ച് നൂറുൽ ഈമാനാണ് മുസ്സലാത്ത്. ആ 10 വക 20 വക 30 വക വീടില്ലേ, വീടും പിടിച്ചിട്ട് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് ഒരേ ദുആ, വേറെ പണിയില്ല. സുബ്ഹാനല്ലാഹ്, നല്ല യുവതിയാ, നല്ല ഭംഗിയുള്ളവളാണ്. ഈ ഭർത്താവിന്റെ മരണം വരെ വേറെ ഖിദ്മത്തില്ല, ഭർത്താവിന്റെ ഖിദ്മത്തല്ലാതെ വേറെ ചിന്തയില്ല. കാലങ്ങളോളം കിടന്നിട്ട് ആ ഭർത്താവ് മരണപ്പെട്ടു. ഇപ്പോൾ വേറെ ഒരു ഭർത്താവിന്റെ കൂടെ പോകാൻ അവൾ തയ്യാറുമായില്ല. ഉള്ള കുട്ടികളെ സംരക്ഷിച്ച് ജീവിച്ചു പോകുന്നു. ചരിത്രത്തിൽ അങ്ങനെ എത്രയോ പെണ്ണുങ്ങളെ കാണാം. മനോഹരമായ ജീവിതത്തിന്റെ തുടിപ്പുള്ള യൗവനകാലം രോഗിയായ ഭർത്താവിന്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വിനിയോഗിച്ച് ജീവിച്ച ഭാര്യമാർ
അതുകൊണ്ട് കേൾക്കണേ, ഭർത്താവ് അങ്ങോട്ട് നോക്കിയാൽ ചിരിപ്പിക്കുന്ന സ്വഭാവക്കാരിയാകണം പെണ്ണ്. രണ്ട് വൈദാ അമറഹ അത്വാഅതുഹു, ഭർത്താവ് ഖൈറായ നല്ല കാര്യങ്ങൾ കൽപ്പിച്ചാൽ ഭാര്യ കേൾക്കണം. എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കണം. ഇപ്പൊ ചില പെണ്ണുങ്ങളുണ്ട്, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ ചക്കര അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ പരസ്പരം നീ നെഞ്ചിനുള്ളിൽ നീയാണ് അല്ലെ, കണ്ണിനുള്ളിൽ നീയാണ്, കൽബിനുള്ളിൽ നീയാണ്, ഒന്നും ഒന്നും രണ്ടാണ്, ഞാനും നീയും ഒന്നാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെ വെറുതെ പറയുന്നത് മാത്രമല്ല, ഒരു പാൽപ്പായസം പോലെ ആദ്യമായി. പിന്നെ ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഓനെ ഒരു റെസ്പെക്ട് ഇല്ല, ഓനെ കുറിച്ചിട്ട് ഭാര്യക്ക് എന്തോ ഒരു കാമുകനെ പോലെ എപ്പോഴും ഒരു വേണ്ടാത്തൊരു സാധനം പോലെ.